എന്തൊക്കെയുണ്ട് പ്രബീഷ് സാർ? എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ആ, ഓക്കെ. എന്തൊക്കെയുണ്ട്? കഴിഞ്ഞ കേൾക്കാം. തവണ മോർണിംഗ് വൈബ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ആ പുതിയ പുതിയ അടിപൊളി. എക്സ്പീരിയൻസുകളൊക്കെ? നല്ലൊരു വൈബ് തന്നെ. അയ്യോ, മനാഫ്ഖാന്റെ ഉമ്മയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. എങ്ങനെയാണ് അതിനുശേഷമുള്ള ആ വൈബ് എങ്ങനെയാണ് പറയാ? ആളുകൾ അതിനുശേഷം ഇങ്ങനെ ജോയിൻ ആവട്ടെ. നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, അപ്പൊ അധികം പ്രതീക്ഷ കൊടുക്കണ്ട. ആ, അതെ അതെ അതെ. നമ്മള് നല്ല രീതി നമ്മള് നല്ല രീതിയിൽ ചിന്തിക്കും, നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ലതേ വരുമല്ലോ. ഉം. പറഞ്ഞ പോലെ അതങ്ങോട്ട് തന്നെ എടുത്തോ, പിന്നെ അതിലുണ്ടെങ്കിൽ ഒരു ഉണ്ടാവുള്ളൂ. അതങ്ങോട്ട് എടുത്തു ഇല്ലേ? ഓക്കെ. എന്താ പറഞ്ഞ പ്രബീഷ് സാർ? എന്താ പറഞ്ഞേ? എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഒരു തെറാപ്പി കാര്യങ്ങള് അതേപോലെ ആണ് എല്ലാരും വന്നിരുന്നത്. ആ, പക്ഷെ കേട്ടത് വേറൊരു സംഭവം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ആ, കറക്റ്റ്. പക്ഷെ ഇവിടെ വന്നിരുന്നത് നമ്മള് നല്ലൊരു ചിന്തയിലൂടെയാണല്ലോ ഇരുന്നത്. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു ചിന്തയിലൂടെ പോകുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ അഡ്മിൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നുകൂടെ മെസ്സേജ് ചെയ്യാം. പെട്ടെന്ന് ആളുകൾ ജോയിൻ ആവട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ പ്രൊഫസർ പറഞ്ഞതുപോലെ അൺസർട്ടനിറ്റി ആണ് ലൈഫ്. ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ വരുന്നത്. പ്രതീക്ഷിക്കാതെ പല ഗസ്റ്റുകളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വരുമ്പോ നമ്മുടെ ആന്തരിക സാഹചര്യം എന്താണോ അതിനനുസരിച്ചാണ് പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഉള്ളിലുള്ള അവസ്ഥയെ മാറ്റുമ്പോൾ പുറത്തെ അവസ്ഥകൾ അങ്ങനെ മാറി 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 വരികയാണ് ചെയ്യുക. ഓക്കെ എവരിബഡി, എല്ലാവരോടും ഗുഡ് മോർണിംഗ്. ഒരു നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ മോർണിംഗ് വൈബ്, ആ ഒരു വൈബ്രേഷൻ വ്യത്യസ്തമായ രീതിയിലാണ് ആ വൈബ് ഉണ്ടാവുക. കാരണം കഴിഞ്ഞ തവണത്തെ എക്സ്പീരിയൻസ് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഇത്തവണയും നമ്മളെ ക്ലാസ് മുന്നോട്ട് പോവുക, ഈ ഒരു സെഷൻ മുന്നോട്ട് പോവുക. കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് സാറിന്റെ മാനസിക മാറ്റങ്ങൾക്ക്, മൊയിൻ സാറുടെ NLP മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്നുള്ള പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പോഡ്കാസ്റ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്നത്തെ മോർണിംഗ് വൈബ് കടന്നു പോവുക. കഴിഞ്ഞ തവണ നമ്മളൊരു പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി. നമ്മുടെ ആന്തരിക ലോകത്തുള്ള ധാരണകളാണ് നമ്മൾ എന്ത് ചെയ്യുക, അതായത് യാഥാർത്ഥ്യങ്ങളല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് പുറത്ത് കാണുന്നത്. നമ്മുടെ ധാരണകളാണ് എന്ത് ചെയ്യുന്നത് പുറത്ത് കാണുന്നത്. അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾസിനെ, ആ പ്രീ സപ്പോസിഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, NLPയിലെ തത്വങ്ങളെ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ്, കഴിഞ്ഞ തവണത്തെ ആ തത്വത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മോർണിംഗ് വൈബ് പോയത്. ഇത്തവണ ഈ പുസ്തകത്തിന്റെ ഒരു ഇൻട്രോ ഉണ്ട്. എന്താണ് ഈ NLP തത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, വളരെ ഡീപ്പായിട്ട് പല ചോദ്യങ്ങളും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട രീതിയിലുള്ള പല 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 വിഷയങ്ങളും ഡീപ്പായിട്ടാണ് എന്ത് ചെയ്യുക, ഇന്നത്തെ മോർണിംഗ് വൈബ് പോവുക. അപ്പൊ ഈ മോർണിംഗ് വൈബില് പിന്നെ പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊരു ഡീപ്പ് മെഡിറ്റേറ്റീവ് മൈൻഡിൽ, നമ്മള് പിന്നെ NLP ക്ലാസ്സിലൊക്കെ മൊയിനുസർ തെറാപ്പിക്കൊക്കെ മുമ്പായിട്ട് ഒന്ന് കണ്ണടച്ചിട്ടൊക്കെ ഡീപ്പായിട്ട് ബ്രീത്ത് ഒക്കെ എടുത്ത് ആ ഒരു ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്, തെറാപ്പി ഒക്കെ ചെയ്യാറുള്ളത്. അപ്പൊ ആ തെറാപ്യൂട്ടിക് ലെവലിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ചിന്തയും ഇല്ലാതെ, ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ, ബ്ലാങ്ക് ആയിട്ട്, ബി ബ്ലാങ്ക്, മൊയ്നു സാർ ക്ലാസ്സിൽ പറയുന്നത് പോലെ
ബ്ലാങ്ക് ആയിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പല ഉൾക്കാഴ്ചകളാണ് സംഭവിക്കുക. NLP തത്വങ്ങളിലൂടെ സംഭവിക്കുന്നത് പോലും അത് തന്നെയാണ്. നമ്മുടെ അകത്തുള്ള ധാരണകൾ മാറിക്കൊണ്ട് പ്രൊഫസർ ധാരണകളെ മാറ്റുന്ന വ്യത്യസ്തമായ തത്വങ്ങളാണ് NLPയിലെ ഓരോ പ്രിൻസിപ്പിൾസും എന്നുള്ളത്. ബാഹ്യമായിട്ട് എന്ത് ചെയ്യണം? ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? നല്ല ബന്ധങ്ങൾ വേണം. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത വേണം. അതേപോലെ തന്നെ നല്ല ജോലി വേണം. അതേപോലെ തന്നെ എല്ലാ മേഖലയിലും ഇപ്പൊ ട്രെയിനിങ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും അതേപോലെ ഓഫീസിലാണെങ്കിൽ സെയിൽസിലാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭയങ്കര സ്ട്രഗിൾ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആ ജോലിയെ മാറ്റുകയാണ്. എന്നിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോഴോ അവിടെയും പ്രശ്നങ്ങൾ തന്നെയല്ലേ സംഭവിക്കുന്നത്, അല്ലേ പ്രൊഫസർ? ചേട്ടൻ കഴിഞ്ഞ അതെ തവണ പറഞ്ഞു പിന്നെ ആ, ജ- മുമ്പൊക്കെ NLPക്ക് വന്നത് പോലും എന്ത് ചെയ്യാ ഈ പണി മാറിയിട്ട് മറ്റൊരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ സാഹചര്യത്തെ മാറ്റുമ്പോ എന്താ സംഭവിക്കുക? ഈ വ്യക്തി തന്നെയല്ലേ ഉള്ളിലുള്ള ലോകം മാറുന്നില്ല. നല്ലൊരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് ഹാർഡ് വർക്ക് എടുക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? കിട്ടുന്ന ആ വരുമാനം വീണ്ടും എന്ത് ചെയ്യാണ്? നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു അവസ്ഥ. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. സ്ട്രഗിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പലതും 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 നേടുകയാണ്. എല്ലാ മേഖലയിലും നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അടുത്തതിലേക്ക് മൂവ് ചെയ്യും, അടുത്തതിലേക്ക് മൂവ് ചെയ്യും, അടുത്തതിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. എന്നാൽ NLP തത്വങ്ങളിലൂടെ മൊയ്നുസറി പുസ്തകത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എന്താ? നിങ്ങൾ മാറ്റേണ്ടത് ബാഹ്യ തലത്തിലല്ല. നിങ്ങൾ മാറ്റേണ്ടത് എവിടെയാണ്? നിങ്ങളുടെ ആന്തരിക തലത്തിലാണ്. അകത്ത് മാറ്റം വരുത്തുമ്പോൾ, അകത്ത് എന്ന് പറയുമ്പോ വലിയ ലോകമാണ് നമ്മുടെ ഉള്ള് എന്നുള്ളതാണ്. സാർ തന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ കോസ്മിക്കിനെക്കാളും അതായത് പ്രപഞ്ചത്തെക്കാളും അതിസങ്കീർണമാണ് നമ്മളുടെ ഉള്ളകം എന്നുള്ളത്. അവിടെ എന്തൊക്കെയുണ്ട്? ഒരുപാട് ചിന്തകളുണ്ട് അല്ലെ? ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ചിന്തകളാണ് നമ്മളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ചിന്താതലം എന്നിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതേപോലെ വൈകാരിക തലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ അല്ലെ? ഇത്തരത്തിലുള്ള ഏരിയ വേറെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ഡീപ്പ് ആയിട്ടുള്ള നമ്മളുടെ ഒരുപാട് വിശ്വാസങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ നമ്മൾ ആന്തരിക തലത്തിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ ഈ മേഖലയിലൊക്കെ നമ്മൾ മാറ്റം വരുത്തുമ്പോഴാണ് എന്ത് ചെയ്യുക പ്രൊഫസർ? നമ്മുടെ ബാഹ്യ ലോകത്ത് മാറ്റങ്ങൾ, ലോകം തന്നെ മാറും എന്നുള്ളതാണ്. കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഓരോരുത്തരോടും ഈ നിങ്ങളുടെ അകത്താണ് മാറ്റം വരേണ്ടത്, നിങ്ങൾ അകത്ത് മാറിക്കഴിഞ്ഞാൽ പുറം ലോകം നിങ്ങൾക്ക് മാറിയതായിട്ട് കാണാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് സർ? ഞാൻ മാറിക്കഴിഞ്ഞാൽ പിന്നെയും എന്റെ വൈഫ് മാറുന്നില്ലല്ലോ. ഞാൻ മാറിയിട്ട് എന്താ കാര്യം? എന്റെ ജോലിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ വരുന്നത്. അതെങ്ങനെ എനിക്ക് മാറ്റം പുറത്ത് മാറുക? സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഉള്ളിൽ മാറ്റം സംഭവിച്ചപ്പോ, ഞാനാകുന്ന വ്യക്തിയുടെ ഇന്നർ അവസ്ഥ മാറിയപ്പോ, എന്റെ ആ ഒരു എന്താ പറയാ ആന്തരിക കഥ, ആ തിരക്കഥ മാറിയപ്പോ പിന്നെന്താ സംഭവിക്കുന്നത്? എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, എന്റെ ചിന്താതലത്തിൽ മാറ്റം വരുന്നു, അതേപോലെ തന്നെ എന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, എനർജി ലെവലിൽ മാറ്റം വരും. ഇങ്ങനെയൊക്കെ മാറ്റം വന്നപ്പോ ബാഹ്യ സാഹചര്യം പഴയത് തന്നെയാണ്. പുറത്തുള്ള ആളുകൾ പഴയ ആൾക്കാർ തന്നെയാണ്, പഴയ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ ആ പ്രശ്നത്തെ കാണാനുള്ള കാഴ്ചപ്പാട് മാറി. ഉള്ളു മാറിയപ്പോ പുറത്തുള്ള സാഹചര്യം മാറുക എന്ന് പറയുമ്പോൾ, പുറത്തുള്ള ലോകം മാറുക എന്ന് പറയുമ്പോൾ അകത്തെ ചിന്തകളും പെരുമാറ്റങ്ങളും ശീലങ്ങളും അതേപോലെ തന്നെ വികാരങ്ങളും വിശ്വാസങ്ങളും മാറിയപ്പോ പുറത്തുള്ള അവസ്ഥകൾ മാറിയതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുകയാണ്. NLP എന്നുള്ളത് എന്താണ്? കേവലം തത്വങ്ങളും അതേപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കേട്ട് പോവാനുള്ളതല്ല. സത്യത്തിൽ ഇന്ന് കേൾക്കുന്ന പോഡ്കാസ്റ്റ് പോലും കേട്ട് പോവാനുള്ള ഒന്നേ അല്ല. സാർ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? മൊയ്നു സാർ തന്നെ ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. NLP എന്നുള്ളത് ഇതൊരു പ്രാക്ടിക്കൽ ആക്കി മാറ്റാനുള്ളതാണ്.
അനുഭവ തലത്തിൽ എക്സ്പീരിയൻഷ്യൽ ലെവലിൽ കൊണ്ടുവരാനുള്ള ഒന്നാണ് NLPയിലെ ഓരോ പ്രിൻസിപ്പിൾസും. അതെങ്ങനെ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് അത് കേൾക്കാം. നമ്മളെ ഈ ചിന്തകളെ മാറ്റാനുള്ള ആ ഒരു എന്താ പറയാ ഡിസൈനർ ആയിട്ട് മാറുക എന്നുള്ളത് പറയുന്നുണ്ട്. ഒരു ഡിസൈനറാണ്, ഒരു ഇന്റീരിയർ ഡിസൈനർ. അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആക്കി മാറ്റിയിട്ട് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള റൂമിനെ നല്ല സൂപ്പർ, ഏറ്റവും ഭംഗിയുള്ള റൂമായിട്ട്, നല്ല വൃത്തിയുള്ള ഓഫീസ് ആണെങ്കിൽ ഓഫീസ്, ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം, ലിവിംഗ് റൂം ആണെങ്കിൽ ലിവിംഗ് റൂം, ഇതൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ ചിന്താ ലോകത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഭംഗിയുള്ളതാക്കി മാറ്റുക. മീൻസ് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ ആക്കി കൊണ്ടുവരേണ്ടത് എങ്ങനെ. അതേപോലെ തന്നെയാണ് മറ്റൊരു തത്വം മറ്റൊരു സംഗതി, നിങ്ങളുടെ വികാരങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു ശില്പിയായിട്ട് മാറുക. എങ്ങനെ വികാരത്തിന്റെ ശില്പിയാവുക? നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ വരുമ്പോ അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് എങ്ങനെ മാറ്റാം. ഇതാണ് NLP നമുക്ക് നൽകുന്ന മഹാസംഭാവന എന്നുള്ളത്. എങ്ങനെ ഇത് മാറ്റാം. ഒരു ഇപ്പൊ മുമ്പൊക്കെ മൊയ്നു സാറിന്റെ ക്ലാസ്സിൽ പറയുന്ന ഒരു ഉദാഹരണം NLPയെ കുറിച്ചിട്ട് പറയുമ്പോ ഒരു ഉപമ പറയാറുള്ളത്, ഒരു ആശാരിയോട് ഉപമിക്കാറുണ്ട് അല്ലെ. ഒരു മരത്തടി കൊടുത്തു കഴിഞ്ഞാൽ ആ മരത്തടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഉളിയും ചുറ്റികയും വെച്ചിട്ട് വളരെ ഭംഗിയുള്ള ഒരു ശില്പമാക്കിയിട്ട് മാറ്റും. ഇതേപോലെയാണ് നിങ്ങൾക്കകത്തുള്ള വികാരങ്ങളെ, ഇമോഷൻസിന്റെ ശില്പികളായിട്ട് നിങ്ങൾ മാറുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ കഥ, ആ തിരക്കഥ തന്നെ മാറ്റി എഴുതുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ ബാഹ്യ ലോകം, സാഹചര്യം മാറിയിട്ടില്ല, ആളുകൾ മാറിയിട്ടില്ല, ഭാര്യ മാറിയിട്ടില്ല, ഭർത്താവ് മാറിയിട്ടില്ല, അമ്മ മാറിയിട്ടില്ല, അച്ഛൻ മാറിയിട്ടില്ല, പുറത്തുള്ള ആളുകൾ ആരും മാറിയിട്ടില്ല, ബോസ് ഒന്നും മാറിയിട്ടില്ല. പക്ഷെ അകത്തെ അവസ്ഥ മാറിയപ്പോ പുറത്തുള്ള ആളുകളുടെ അടുത്തൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് NLPയിലെ ഓരോ പ്രിൻസിപ്പിൾസും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓരോ പ്രിൻസിപ്പിൾസിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ഉള്ളിലേക്കാണ് ഞാൻ നോക്കേണ്ടത്. നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്റെ ഉള്ളിലുള്ള ചിന്തകളെ എങ്ങനെ എനിക്ക് മാറ്റാം, എന്റെ ഉള്ളിലുള്ള ഈ പ്രിൻസിപ്പിളിലൂടെ എങ്ങനെ എന്റെ വികാരത്തെ മാറ്റാം, എങ്ങനെ ഈ പ്രിൻസിപ്പിളിലൂടെ എന്റെ ഒരുപാട് വിശ്വാസം, ഇതൊക്കെ എങ്ങനെ വന്നത്, നമുക്ക് കിട്ടിയ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടത്, കേട്ടത്, അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അകത്തേക്ക് കയറിപ്പോയിട്ടുള്ള വിശ്വാസങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്കിലൂടെ നമ്മുടെ അകത്ത് കയറിപ്പോയിട്ടുള്ള ഇമോഷനുകൾ, പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ നമുക്ക് അകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചിന്തകൾ, ഇപ്പോഴും പല പല ചിന്തകൾ റോങ് ആയിട്ടൊക്കെ നമുക്ക് അകത്ത് വരുന്നില്ലേ. ഇതിനൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കൃത്യമായിട്ട് ഓരോ പ്രിൻസിപ്പിൾസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളെ മോർണിംഗ് ബൈബിലെ സെഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് കണ്ണടക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും തുറന്നോ. നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ജസ്റ്റ് ആ സമയത്ത് നിങ്ങൾ കണ്ണ് തുറക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക, എല്ലാവരും ഒരേ സ്ട്രെസ്സിൽ. അതോടൊപ്പം ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഒരേ സ്ട്രെസ്സിൽ നിങ്ങൾ കണ്ണടക്കുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വയറിലേക്ക് ആ ശ്വാസം നിറച്ചിട്ട് നിശ്വാസമായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 2-3 തവണ വായിലൂടെ അങ്ങനെ വിട്ടേക്കുക. നന്നായിട്ട് ആ നിശ്വാസം അങ്ങനെ വായിലൂടെ വിട്ടേക്കുക. നന്നായിട്ട് പൊക്കോട്ടെ. അങ്ങനെ തന്നെ നന്നായിട്ട്. എന്താണോ എന്റെ ഇന്നത്തെ ഈ മോർണിംഗ് വൈബില് എന്നിൽ സംഭവിക്കേണ്ടത്, അതങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ഇന്റൻഷൻ, അതാണ് ഇന്റൻഷൻ ആവേണ്ടത്. ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ കംപ്ലീറ്റ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഡീപ്പിലേക്ക് വിശ്വാസം പോകുന്നത് വായിലൂടെ തന്നെ പൊക്കോട്ടെ. അങ്ങനെ തന്നെ നന്നായിട്ട് വിശ്വാസം പൊക്കോണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോഡ്കാസ്റ്റിലേക്ക് ഡീപ്പ് ഡൈവിംഗ് ആണ്.
ആ ഇന്നറിലേക്ക് ഡൈവ് ചെയ്തേക്കുക. നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് അങ്ങനെ ഡൈവ് ചെയ്യാം. ഓക്കെ, കണ്ണ് തുറക്കേണ്ടവർക്ക് ഇനി കണ്ണ് തുറക്കാം, അല്ലാത്തവർക്ക് അങ്ങനെ കേട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ിലേക്ക് സ്വാഗതം. നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുസ്തകത്തിലേക്ക്, അതിന്റെ ആമുഖത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങി ചെല്ലുവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ, അനുഭവങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതെ, മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന പുസ്തകം, അതിന്റെ ആമുഖമാണ് നമ്മുടെ വിഷയം. ഇതൊരു വെറും പുസ്തക പരിചയപ്പെടുത്തലല്ല കേട്ടോ. അല്ല. അതിലെ ആശയങ്ങൾ, അതിന്റെ ഒരു കാതൽ എന്താണെന്ന് മനസ്സിലാക്കാനും അതെങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രസക്തമാവുന്നുവെന്ന് കണ്ടെത്താനുമുള്ളൊരു ശ്രമം. ശരിയാണ്. ഇന്ന് നമ്മള് ശ്രദ്ധ കൊടുക്കുന്നത് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിനാണ്. മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ. ഈ പുസ്തകത്തിലെ വളരെ ആഴമുള്ള ആശയങ്ങളുണ്ട്, പ്രായോഗിക വഴികളുണ്ട്. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപുള്ളൊരു വാതിലെന്ന് പറയാം. അതാണ് ഈ ആമുഖം. പുസ്തകത്തിൽ തന്നെ ആമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അതേപടി ഞാൻ വായിക്കാം, ശ്രദ്ധിക്കണേ. മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോഡ്കാസ്റ്റ്. പുസ്തകരചന മോയ്നു, ഓഡിയോ ബേസ്ഡ് പോഡ്കാസ്റ്റ് ബൈ സക്സസ് വാലി അക്കാഡമി. ഇനി ഗ്രന്ഥകർത്താവിനെ പറ്റി പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ. മോയ്നു is a lawyer turned internationally certified trainer, TA and NLP master practitioner and author of more than 50 books. അതായത് നിയമബിരുദധാരിയായിരുന്നു മൊയ്നു. പിന്നീട് അദ്ദേഹം തന്റെ കരിയർ മാറ്റി ഒരു ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ട്രെയിനറായി. അതുപോലെ ട്രാൻസാക്ഷണൽ അനാലിസിസ് അഥവാ TA, പിന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അതായത് NLP, ഇതിലൊക്കെ ഒരു മാസ്റ്റർ പ്രാക്ടീഷണറായി വൈദഗ്ധ്യം നേടി. കൊള്ളാം. അതുമാത്രമല്ല, 50-ൽ കൂടുതൽ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ പുസ്തകത്തിൽ പറയുന്ന NLP തത്വങ്ങളുമായി ബന്ധപ്പെട്ട കോഴ്സുകളെക്കുറിച്ചോ മറ്റോ കൂടുതൽ അറിയണമെങ്കിൽ 9995053535 എന്ന നമ്പറിൽ വിളിക്കാമെന്നും പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ശരി. അപ്പോ ഇത്രയും അനുഭവ പരിചയമുള്ള, അറിവുള്ള ഒരാള്, അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ ശരിക്കും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, അതിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില അടിസ്ഥാന സത്യങ്ങൾ. അപ്പോ നമുക്ക് ആ ആശയങ്ങളിലേക്കൊന്ന് കടന്നു നോക്കാം. നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ തലങ്ങളെ ഈ തത്വങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ശരിയാണ്. തുടക്കത്തിൽ തന്നെ വളരെ പവർഫുള്ളായൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? അതെ. നമ്മളിൽ മിക്കവരും ജീവിതത്തിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവരാ. തീർച്ചയായും. നല്ല ജോലി വേണം, സാമ്പത്തികമായി മെച്ചപ്പെടണം, ബന്ധങ്ങൾ നന്നാവണം, ആരോഗ്യം, പിന്നെ വിജയം, അങ്ങനെ ലിസ്റ്റ് നീളും. ഈ മാറ്റങ്ങൾക്കായിട്ട് നമ്മൾ എവിടെയാ നോക്കുന്നേ? മിക്കവാറും പുറത്തുള്ള കാര്യങ്ങളിലാണല്ലേ? ശരിയാണ്. ചുറ്റുമുള്ളവർ മാറിയാൽ, സാഹചര്യങ്ങൾ ശരിയായാൽ എന്റെ ജീവിതമങ്ങ് ശരിയാവുമെന്ന് കരുതുന്നവരാ നമ്മളിൽ കൂടുതലും പേരും. അതെ, ഒരു സാധാരണ ചിന്താഗതിയാണത്. പക്ഷേ എഴുത്തുകാരൻ ആ ചിന്തയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരടിസ്ഥാന യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പുറത്തുള്ള ലോകം ഒരു കണ്ണാടി മാത്രമാണ്. നമ്മൾ കാണുന്നത് മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണെന്ന് മാറ്റണം. കൃത്യം. ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, ദ വേൾഡ് ഔട്ട്സൈഡ് ഈസ് ഓൺലി എ മിറർ. ഇഫ് വി വാണ്ട് ടു ചേഞ്ച് വാട്ട് വി സീ, വി മസ്റ്റ് ഫസ്റ്റ് ചേഞ്ച് വാട്ട് വി ആർ. അതെ. ഇതൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒരു ഞെട്ടലുണ്ടാക്കുന്ന ചിന്തയല്ലേ? ശരിക്കും. നമ്മുടെ പുറം ലോകം, നമ്മൾ അനുഭവിക്കുന്ന റിയാലിറ്റി, അത് നമ്മുടെ ഉള്ളിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രം, പ്രതിഫലനം മാത്രം. അതിന്റെ അർത്ഥം മാറ്റം തുടങ്ങേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. തീർച്ചയായും. ഈ കണ്ണാടി എന്ന ആശയം അതൊരു വെറും ഭംഗിവാക്കല്ല, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഗ്രന്ഥകർത്താവ് ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ലോകം തന്നെയുണ്ട് എന്നാണ്. ഉള്ളിലോ? അതെ, ഒരു പ്രപഞ്ചം പോലെ. അത്രയും സങ്കീർണമാണ്, അതിശക്തവുമാണ് ആ ആന്തരിക ലോകം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫീലിംഗ്സ്, നിങ്ങൾ മുറുകെ പിടിക്കുന്ന വിശ്വാസങ്ങൾ, നിങ്ങൾ പോലും അറിയാതെ പിന്തുടരുന്ന ചില പെരുമാറ്റ രീതികളില്ലേ, പാറ്റേൺസ്? ശീലങ്ങൾ പോലെ. അതെ, പാറ്റേണുകൾ. ഇവയെല്ലാം ചേർന്നതാണ് നിങ്ങളുടെ ആന്തരിക ലോകം.
ഇതിൽ ചില കാര്യങ്ങൾ പാരമ്പര്യമായി കിട്ടിയതാവാം. ഓ, ചില വിശ്വാസങ്ങൾ വീട്ടുകാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കിട്ടിയതാവാം. മറ്റു ചില ചിന്താരീതികൾ നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാവാം. ശരിയാ. പാറ്റേണുകളുണ്ട്. ചിലപ്പോൾ കുട്ടിക്കാലത്തോ മറ്റോ ഉണ്ടായതാവാം. ഇന്ന് നമ്മൾ അത് ഓർക്കുന്നുപോലും ഉണ്ടാവില്ല. നമ്മുടെ ബോധമനസ്സിനപ്പുറത്തായിരിക്കും അതിന്റെ പ്രവർത്തനം. ഗ്രന്ഥകർത്താവ് ഇവിടെ ഉറപ്പിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. എന്താണത്? ഈ ആന്തരിക ലോകമാണ് നിങ്ങൾ പുറത്ത് അനുഭവിക്കുന്ന ഓരോ കാര്യത്തെയും, ഓരോ സാഹചര്യത്തെയും, ഓരോ ബന്ധത്തെയും തീരുമാനിക്കുന്നത്, രൂപപ്പെടുത്തുന്നത്. എല്ലാത്തിനെയും. നിങ്ങളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അതില്ലായ്മ, നിങ്ങളുടെ ഭയം, നിങ്ങളുടെ സന്തോഷം, സമാധാനം, എന്തിനേറെ നിങ്ങളുടെ പരിമിതികൾ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ പോലും. ഇതൊന്നും ശരിക്കും പുറത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ മനസ്സ് അതാ സാഹചര്യങ്ങളെ എങ്ങനെ കാണാൻ പഠിച്ചു, എങ്ങനെ വ്യാഖ്യാനിക്കാൻ പഠിച്ചു, എങ്ങനെ പ്രതികരിക്കാൻ പഠിച്ചു, അതിലൂടെയാണ് അതെല്ലാം രൂപപ്പെടുന്നത്. അതായത് സംഭവങ്ങളല്ല പ്രധാനം, അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണോ? അതെ, സംഭവങ്ങളോടുള്ള നിങ്ങളുടെ ആന്തരിക പ്രതികരണം, അതാണ് നിങ്ങളുടെ അനുഭവത്തിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഇതൊരു വലിയ തിരിച്ചറിവാണല്ലോ. ആണ്. നമ്മുടെ അനുഭവങ്ങളുടെ എല്ലാം കൺട്രോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നാണോ ഇതിന്റെ അർത്ഥം? അതെ. അങ്ങനെയെങ്കിൽ ഈ ആന്തരിക ലോകത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആവശ്യമെങ്കിൽ മാറ്റാൻ പറ്റുമോ? നല്ല ചോദ്യം. അവിടെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ NLP തത്വങ്ങളുടെ പ്രാധാന്യം വരുന്നത്, അല്ലേ? അതെ, എഴുത്തുകാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. NLP എന്നത് മനസ്സിനെന്തോ പുതിയ ടെക്നിക്ക് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അറിയാത്ത എന്തോ രഹസ്യം കണ്ടുപിടിക്കുന്നതോ അല്ലെന്ന്, മറിച്ച് നമ്മൾ എപ്പോഴോ അറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ ജീവിതത്തിരക്കിലോ തെറ്റായ ധാരണകൾ കൊണ്ടോ നമ്മൾ മറന്നുപോയ ചില അടിസ്ഥാന സത്യങ്ങളുണ്ട്. അതിനെ വീണ്ടും ഓർത്തെടുക്കലാണ്, ഒരു വീണ്ടെടുക്കലാണ് NLP ചെയ്യുന്നത്. വളരെ ശരിയാണ്. റീകോളിംഗ് വാട്ട് യു ഓൾറെഡി ന്യൂ. അതായത് ഈ കഴിവുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, നമ്മളത് തിരിച്ചറിഞ്ഞില്ല, അത്രയുള്ളൂ. അതെ, ഒരു കണ്ടെത്തലാണ്. നമ്മുടെ ഉള്ളിലെ നിധി കണ്ടുപിടിക്കുന്ന പോലെ. ഗ്രന്ഥകർത്താവ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഭയങ്കര ശക്തമായ ചില ടൂൾസ്, പവർഫുൾ ടൂൾസ് ഉണ്ട് എന്ന. ഉപകരണങ്ങളോ? എന്തിനുള്ള? നിങ്ങളുടെ മാനസിക ഭൂപടങ്ങൾ, മെന്റൽ മാപ്സ് മാറ്റിയെഴുതാനുള്ള ഉപകരണങ്ങൾ. മാനസിക ഭൂപടമോ? അതെന്താണ്? അത് നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു, നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നു, നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു, ഇതിന്റെയൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളൊരു ചിത്രമില്ലേ, ഒരു ധാരണ, അതാണ് മാനസിക ഭൂപടം. ശരി. ആ ഭൂപടം മാറ്റിയെഴുതാൻ NLP സഹായിക്കും. അതുപോലെ നിങ്ങളുടെ വൈകാരികാവസ്ഥകൾ, ഇമോഷണൽ സ്റ്റേറ്റ്സ്, വികാരങ്ങൾ, അതെ, ദേഷ്യം, സങ്കടം, പേടി, ടെൻഷൻ, അതുപോലെ സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം, ഈ വികാരങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ബോധപൂർവം മാറ്റിയെടുക്കാൻ, നിയന്ത്രിക്കാൻ NLP തത്വങ്ങൾ സഹായിക്കും. ചുമ്മാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒഴുകിപ്പോവാതെ. അതെ, നിങ്ങൾക്കാവശ്യമുള്ള സ്റ്റേറ്റ് തെരഞ്ഞെടുക്കാൻ പഠിക്കുക. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ജീവിതത്തിലെ എല്ലാ ഏരിയയിലും, ആരോഗ്യം, ബന്ധങ്ങൾ, ജോലി, പണം, എല്ലായിടത്തും നല്ല മാറ്റങ്ങൾ, പോസിറ്റീവായ മാറ്റങ്ങൾ, അതായത് ആന്തരിക ഷിഫ്റ്റുകൾ കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന തിരിച്ചറിവാണ് NLP നൽകുന്നത്. ഇത് വെറും തിയറിയല്ല, പ്രായോഗികമായ മാറ്റത്തിനുള്ള വഴിയാണ്. ഈ ഉപകരണങ്ങൾ, കഴിവുകളൊക്കെ ഉള്ളിലുണ്ടെന്ന് കേൾക്കുമ്പോൾ നല്ല പ്രതീക്ഷ തോന്നുന്നുണ്ട്. ഇത് പ്രായോഗികമായിട്ട് എങ്ങനെ ഉപയോഗിക്കുക? സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലോ. ആ സംശയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് ഈ പുസ്തകത്തിലെ തത്വങ്ങളെ വെറും ആശയങ്ങൾ എന്നല്ല പറയുന്നത്. പിന്നെയോ? അദ്ദേഹം അതിനെ വിളിക്കുന്നത് ജീവനുള്ള താക്കോലുകൾ എന്നാണ്. താക്കോൽ എന്തിനാ? പൂട്ടിക്കിടക്കണ വാതില് തുറക്കാൻ. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ സാധ്യതകളുടെ വാതിലുകൾ, അത് തുറക്കാനുള്ള താക്കോലുകളാണ് ഈ തത്വങ്ങൾ. ഇവ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി മനസ്സിലാക്കാനുള്ളതല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉടനടി ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഈ താക്കോലുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന്. പറയൂ. 1. ഭയത്തെ വ്യക്തത കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ. റീപ്ലേസ് ഫിയർ വിത്ത് ക്ലാരിറ്റി. ഭയത്തെ വ്യക്തത കൊണ്ടോ? അതെ, പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് എന്തിനെയാണെന്ന് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവില്ല. ആ പേടിയെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കുക, അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക, അതിനെ നേരിടാൻ വ്യക്തമായ വഴികൾ മനസ്സിലാക്കുക.
അപ്പോൾ ആ ഭയം പതിയെ ഇല്ലാതാകും. 2. പ്രതിരോധത്തെ ജിജ്ഞാസ കൊണ്ട് നേരിടാൻ. മീറ്റ് റെസിസ്റ്റൻസ് വിത്ത് ക്യൂരിയോസിറ്റി. പ്രതിരോധം, അതായത് ഒരു തടസ്സം പോലെ. ഒരു പുതിയ കാര്യത്തോട് അല്ലെങ്കിൽ ഒരു മാറ്റത്തോട് അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് മനസ്സിൽ ഒരു തടസ്സം, ഒരു റെസിസ്റ്റൻസ് തോന്നുമ്പോൾ ദേഷ്യപ്പെടുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിന് പകരം ഒരു കൗതുകത്തോടെ അതിനെ സമീപിക്കാം. എന്താ എനിക്കിങ്ങനെ തോന്നുന്നത്, ഈ റെസിസ്റ്റൻസിന് പിന്നിൽ എന്താ എന്ന് സ്വയം ചോദിക്കാം. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് ആ റെസിസ്റ്റൻസിനെ അലിയിച്ചു കളയും. കൊള്ളാം. 3. മറ്റുള്ളവരെ വിധിക്കുന്നതിനെ അനുകമ്പ കൊണ്ട് മറികടക്കാൻ. ഓവർകം ജഡ്ജ്മെന്റ് വിത്ത് കമ്പാഷൻ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലേ ജഡ്ജ് ചെയ്യുന്നത്? ആണ്. ഒരാളുടെ പ്രവൃത്തിയെ പെട്ടെന്ന് വിലയിരുത്തി ഒരു നിഗമനത്തിലെത്താതെ അവരുടെ സാഹചര്യം എന്തായിരിക്കും, അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നൊക്കെയൊന്ന് മനസ്സിലാക്കാം. അവരോടൊരു സഹാനുഭൂതി കാണിക്കുക. ഇത് ബന്ധങ്ങളെ ഒരുപാട് മെച്ചപ്പെടുത്തും. 4. അനിശ്ചിതത്വത്തെ ലക്ഷ്യബോധത്തോടെ സമീപിക്കാൻ. നാവിഗേറ്റ് അൺസർട്ടനിറ്റി വിത്ത് പർപ്പസ്. ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവല്ലോ അനിശ്ചിതത്വം. തീർച്ചയായും മുന്നോട്ടുള്ള വഴി ക്ലിയർ അല്ലാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോ പകച്ചു നിൽക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്താണ്, നിങ്ങളുടെ വാല്യൂസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യം വേണം. ആ ബോധത്തോടെ ആ സാഹചര്യത്തെ നേരിടാൻ പഠിക്കുക. ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ അൺസർട്ടനിറ്റിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ശരിയാണ്. അപ്പോ ഇതൊക്കെ സാധ്യമാക്കുന്ന വളരെ പ്രാക്ടിക്കലായ വഴികളും ചിന്താരീതികളുമാണ് ഈ പുസ്തകത്തിലെ തത്വങ്ങൾ. ഇത് വായിച്ചു പോകാനുള്ളതല്ല, ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കാനുള്ളതാണ്. ഈ ജീവനുള്ള താക്കോലുകൾ കൊള്ളാം. ആ ഒരു ആശയം തന്നെ വളരെ ശക്തമാണ്. അതെ. അതോടൊപ്പം തന്നെ ഗ്രന്ഥകർത്താവ് ഈ പുസ്തകത്തെ ഒരു കണ്ണാടിയോട് ഉപമിക്കുന്നില്ലേ? അതും ശ്രദ്ധേയമാണ്. സാധാരണ നമ്മൾ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കില്ലാത്ത എന്തോ ഒന്ന് ആ പുസ്തകം തരും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവാറുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നത് വേറൊരു കാര്യമാണ്. എന്താണത്? ഒരു കണ്ണാടി നമ്മുടെ മുന്നിൽ പിടിച്ചാൽ അത് നമ്മളിൽ ഇല്ലാത്തതൊന്നും കാണിച്ചു തരില്ലല്ലോ. നമ്മുടെ പ്രതിബിംബം നമ്മൾ എങ്ങനെയുണ്ടോ അത് അതേപടി കാണിച്ചു തരും. ശരിയാണ്. അതുപോലെ ഈ പുസ്തകം നിങ്ങൾക്ക് പുറത്തുനിന്ന് പുതിയ കഴിവുകളോ ശക്തിയോ തരികയല്ല ചെയ്യുന്നത്. പകരം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ മറന്നുപോയ നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെ, സാധ്യതകളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. നമ്മളിൽ തന്നെയുള്ളതിന്. അതെ. എന്തൊക്കെയാണ് ആ ശക്തികൾ? നിങ്ങളുടെ അതിജീവനശേഷി, റെസിലിയൻസ്. എത്ര വലിയ പ്രശ്നം വന്നാലും തളരാതെ അതിനെ തരണം ചെയ്ത് അതിൽ നിന്ന് പഠിച്ച് കൂടുതൽ ശക്തനാകാനുള്ള കഴിവ്. നിങ്ങളുടെ ഉള്ളിലുള്ള ജ്ഞാനം, വിസ്ഡം, പുസ്തകത്തിലെ അറിവല്ല, ജീവിതാനുഭവങ്ങളിലൂടെ കിട്ടിയ വിവേകം, തിരിച്ചറിവുകൾ. അതെ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഗ്രന്ഥകർത്താവ് എടുത്തു പറയുന്നൊരു കഴിവുണ്ട്. എന്താണത്? ഏത് സാഹചര്യത്തിലും പുറത്തെന്ത് നടന്നാലും നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ, നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ കഴിവ്. എബിലിറ്റി ടു ചൂസ് യുവർ സ്റ്റേറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. അതായത് നിങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും താക്കോൽ പുറത്തുള്ള സാഹചര്യങ്ങളോ ആൾക്കാരോ അല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന തിരിച്ചറിവ്. ഈ പുസ്തകം ആ കഴിവിനെ ഒന്ന് പൊടിതട്ടിയെടുക്കാൻ സഹായിക്കുന്നു. കൃത്യമായി പറഞ്ഞു. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ ശരിക്കും പ്രവേശിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഒരു പണിപ്പുരയിലേക്കാണ്. വർക്ക്ഷോപ്പ് നല്ല ഉപമയാണല്ലോ. അതെ, മനോഹരമായ ഒരു രൂപകമാണ്. ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയതുണ്ടാക്കുന്നു, കേടുപാട് തീർക്കുന്നു, ഭംഗിയാക്കുന്നു. ശരിയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സാകുന്ന ഈ പണിപ്പുരയിൽ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളുമാണ് അസംസ്കൃത വസ്തുക്കൾ. നിങ്ങൾ വെറുമൊരു തൊഴിലാളിയല്ല അവിടെ. നിങ്ങൾ അവിടത്തെ മുഖ്യ ശില്പിയാണ്. നമ്മൾ തന്നെയാണോ ശില്പി? അതെ. ഗ്രന്ഥകർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് 3 പ്രധാന റോളുകൾ ഏറ്റെടുക്കാനാണ്. എന്തൊക്കെയാണവ? 1. നിങ്ങളുടെ ചിന്തകളുടെ ഡിസൈനറാകുക. ഡിസൈനർ ഓഫ് തോട്ട്സ്. അതെ. നമുക്കൊരു ദിവസം ആയിരക്കണക്കിന് ചിന്തകൾ വരും. അതിനെ അപ്പടി വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് ഉപകാരമുള്ള, നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ചിന്തകളെ ബോധപൂർവം തിരഞ്ഞെടുക്കുക. നെഗറ്റീവ് ചിന്താ പാറ്റേണുകളെ തിരിച്ചറിഞ്ഞ് മാറ്റിയെഴുതാൻ പഠിക്കുക. കൊള്ളാം. 2. നിങ്ങളുടെ വികാരങ്ങളുടെ ശില്പിയാകുക. വികാരങ്ങളുടെ ശില്പിയോ? അതെ. വികാരങ്ങൾ മോശമാണെന്നല്ല, പക്ഷേ വികാരങ്ങൾ നിങ്ങളെ ഭരിക്കുന്നതിന് പകരം നിങ്ങൾക്കാവശ്യമുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്സ്, സന്തോഷം, സമാധാനം, ഉത്സാഹം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം
എങ്ങനെ നിലനിർത്താം എന്ന് പഠിക്കുക. നെഗറ്റീവ് വികാരങ്ങളെ ഹെൽത്തിയായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും പഠിക്കുക. ഓക്കെ. 3. നിങ്ങളുടെ ആന്തരിക കഥയുടെ രചയിതാവാകുക. ഓഥർ ഓഫ് യുവർ ഇന്നർ സ്റ്റോറി. നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച്, നമ്മുടെ കഴിവിനെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് മനസ്സിൽ ഒരു കഥ പറയുന്നുണ്ട്. ശരിയാണ്. പലപ്പോഴും ഈ കഥ നെഗറ്റീവായിരിക്കും. പരിമിതികളുടെ കഥ, ഭയത്തിന്റെ കഥ. എന്നാൽ ആ കഥ മാറ്റിയെഴുതാനുള്ള പൂർണ്ണ അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, കഴിവിന്റെ ഒരു പുതിയ കഥ നിങ്ങൾക്കെഴുതാം. നിങ്ങൾ ജീവിതത്തിലെ വെറും കഥാപാത്രമല്ല, ആ കഥയുടെ ഓഥർ കൂടിയാണ്. ഡിസൈനർ ഓഫ് തോട്ട്സ്, സ്കൾപ്റ്റർ ഓഫ് ഇമോഷൻസ്, ഓഥർ ഓഫ് യുവർ ഇന്നർ സ്റ്റോറി. കൊള്ളാം. ഈ റോളുകൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണല്ലോ. ഈ പണിപ്പുരയിൽ കയറി ഈ റോളുകളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കഥകളെയും നമ്മൾ ബോധപൂർവം മാറ്റിയെഴുതുമ്പോൾ ശരിക്കും എന്ത് സംഭവിക്കും? എന്താണിതിന്റെ ഒരു ഫൈനൽ റിസൾട്ട്? എഴുത്തുകാരൻ നൽകുന്ന ഉറപ്പ്, അതാണ് ശരിക്കും ഈ പുസ്തകത്തിന്റെയും NLP തത്വങ്ങളുടെയും കാതൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ആന്തരിക കഥ മാറുന്നതിനനുസരിച്ച് നിങ്ങൾ കടന്നുപോകുന്ന ലോകവും മാറും. ഇത് ശ്രദ്ധേയമാണ്. അതെ, നിങ്ങളുടെ ഉള്ളിലെ മാറ്റം പുറം ലോകത്തിൽ പ്രതിഫലിക്കുമെന്ന് മാത്രമല്ല പറയുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന ലോകം, ദ വേൾഡ് തന്നെ മാറുമെന്നാണ്. ലോകം മാറുമെന്നോ? അതെ, ഒരേ സാഹചര്യം, ഒരേ ആൾക്കാർ, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ നിലപാട് മാറുമ്പോൾ, നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും മാറുമ്പോൾ, ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ മാറും, അടിമുടി മാറും. ഒരു ദുരിതമായി തോന്നിയത് ചിലപ്പോഴൊരു അവസരമായി മാറിയേക്കാം. ഒരു ശത്രുവായി കണ്ടയാൾ ഒരു സുഹൃത്തായി മാറിയേക്കാം. കാരണം നിങ്ങളുടെ റിയാലിറ്റി ഉണ്ടാക്കുന്ന ലെൻസ്, അത് നിങ്ങളുടെ മനസ്സാണ്. ശരിയാണ്. ആ ലെൻസ് മാറുമ്പോൾ കാഴ്ചയും മാറും. ഇതാണ് NLP തത്വങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിപ്ലവകരമായ മാറ്റം. നിങ്ങളുടെ റിയാലിറ്റിയെ രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്. അതെ, വളരെ ശരിയാണ്. അപ്പോ മാനസിക മാറ്റങ്ങൾ, NLP തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാന പോയിന്റ്സ് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ? പറയാം. 1. നിങ്ങളുടെ പുറത്തുള്ള യാഥാർത്ഥ്യം, നിങ്ങൾ കാണുന്ന, അനുഭവിക്കുന്ന ലോകം, അത് നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ, പാറ്റേണുകൾ, അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്, ഒരു മിറർ. ശരി. 2. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മാറ്റം വേണമെങ്കിൽ അത് തുടങ്ങേണ്ടത് പുറത്തുള്ള കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. ആന്തരിക മാറ്റമാണ് പുറത്തുള്ള മാറ്റത്തിലേക്ക് നയിക്കുന്നത്. ഉള്ളിൽ നിന്ന് തുടങ്ങണം. അതെ. 3. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, NLP തത്വങ്ങൾ ഈ ആന്തരിക മാറ്റം സാധ്യമാക്കാൻ വെറും തിയറികളല്ല തരുന്നത്, മറിച്ച് ജീവനുള്ള താക്കോലുകൾ എന്ന് വിളിക്കാവുന്ന, ഉടനെ പ്രയോഗിക്കാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ടൂൾസും വഴികളുമാണ് നൽകുന്നത്. 4. ഈ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഇല്ലാത്ത എന്തോ കഴിവ് തരികയല്ല ചെയ്യുന്നത്. പകരം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന, പക്ഷെ നിങ്ങൾ തിരിച്ചറിയാതിരുന്ന നിങ്ങളുടെ റെസീലിയൻസ്, വിസ്ഡം, നിങ്ങളുടെ സ്റ്റേറ്റ് തെരഞ്ഞെടുക്കാനുള്ള കഴിവ്, അതിനെയൊക്കെ പുറത്തു കൊണ്ടുവന്ന് അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ പുസ്തകത്തെ വെറുതെ വായിച്ചു പോകാനുള്ള ഒന്നായി കാണരുത്. ഇതൊരു പ്രാക്ടിക്കൽ ഗൈഡാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ മാനുവൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രതികരണങ്ങളെയും ഒക്കെ വെറും യാന്ത്രികമായ ശീലങ്ങളിൽ നിന്ന് മാറ്റി അവയെ ബോധപൂർവം തിരഞ്ഞെടുക്കാനും കൺട്രോൾ ചെയ്യാനും, അതുവഴി നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ അനുഭവങ്ങളുടെ ശില്പിയാകാനും സഹായിക്കുന്നൊരു വഴികാട്ടി. അതുകൊണ്ടാണ് ആമുഖത്തിന്റെ അവസാനം ഗ്രന്ഥകർത്താവ് ആ ചോദ്യം ചോദിക്കുന്നത്. ഈ യാത്ര ഇപ്പോൾ തുടങ്ങുകയാണ്. ആർ യു റെഡി? ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ഉള്ളിലെ ആ പണിപ്പുരയിലേക്ക് കടക്കാൻ, നിങ്ങളുടെ ചിന്തകളുടെ ഡിസൈനറാകാൻ, വികാരങ്ങളുടെ ശില്പിയാകാൻ, നിങ്ങളുടെ ജീവിതകഥയുടെ രചയിതാവാകാൻ? ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത തരട്ടെ. തീർച്ചയായും. ഗ്രന്ഥകർത്താവ് പറയുന്ന പോലെ നിങ്ങളുടെ ആന്തരിക ലോകത്തെ മാറ്റാനുള്ള താക്കോലുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ താക്കോൽ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ആദ്യം ഏത് താക്കോൽ ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നല്ല ചോദ്യം. നിങ്ങളുടെ ഉള്ളിലെ ഏത് വാതിലാണ് നിങ്ങൾ ആദ്യം തുറക്കുക? ചിലപ്പോഴത് നിങ്ങളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പേടിയുടെ വാതിലായിരിക്കാം. ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന ഒരു വിശ്വാസത്തിന്റെ വാതിലാകാം. അതുമല്ലെങ്കിൽ മാറ്റങ്ങളോടുള്ള നിങ്ങളുടെ ഒരു മനോഭാവം, ഒരു റെസിസ്റ്റൻസ്, അതിന്റെ വാതിലാകാം. ശരിയാണ്. നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏത് ചിന്ത, ഏത് വികാരം, ഏത് വിശ്വാസം, ഏത് പെരുമാറ്റ രീതി, ഇതിനെക്കുറിച്ച് ശാന്തമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ആദ്യത്തെ വാതിൽ തിരിച്ചറിയുന്നത്
ആ ആദ്യത്തെ താക്കോൽ തിരഞ്ഞെടുക്കുന്നത് അതുതന്നെ ഈ പുസ്തകം പറയുന്ന വലിയ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. തീർച്ചയായും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് അടുത്ത ഭാഗത്ത് പുസ്തകത്തിലെ കൂടുതൽ ആഴത്തിലുള്ള ആശയങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ആർ യു റെഡി? എല്ലാരും റെഡിയാണോ? ആർ യു റെഡി? ആർ യു റെഡി? വീണ്ടും വീണ്ടും നിങ്ങളുടെ അകത്തേക്ക് ചോദിക്കുക. യെസ്, വെരി ഗുഡ്. ഓക്കെ, റെസ്പോൺസ് വരട്ടെ. യെസ്, വെരി ഗുഡ്. ഓക്കെ, റെഡി 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 റെഡി. നിങ്ങളുടെ ഉള്ളിലുള്ള പണിപ്പുരയിലേക്ക് കടക്കാൻ. വല്ലാത്ത ചോദ്യമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ള പണിപ്പുരയിലേക്ക് കടക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ചിന്തയുടെ ഡിസൈനറായിട്ട് മാറാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ വികാരങ്ങളുടെ ശില്പിയായിട്ട്, ആ സ്കൾപ്റ്ററായിട്ട് മാറാൻ നിങ്ങൾ റെഡിയാണോ? ജീവിത കഥയുടെ ആ സ്ക്രിപ്റ്റ്, നിങ്ങളുടെ അകത്തുള്ള ആ കഥയുടെ രചയിതാവാൻ നിങ്ങൾ റെഡിയാണോ? ഓരോ ചോദ്യങ്ങളും ഉള്ളിലേക്ക് ഇറക്കി കൊണ്ടുപോകേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നെക്സ്റ്റ് സെഷനിലേക്ക്, ഈ ക്ലാസ് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഉണ്ടായ ആ ഒരു ഇൻസൈറ്റ്, അതിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്കൊരു ഡിസ്കഷൻ രീതിയിൽ മുന്നോട്ട് പോവാം. ഓക്കെ, റെഡി? യെസ്, അങ്ങനെയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരാണ് വരുന്നത് ഫസ്റ്റ്? ആരോ അൺമ്യൂട്ട് ചെയ്തല്ലോ, നിങ്ങൾക്ക് സംസാരിക്കാം. വന്നോളൂ. എല്ലാവരും വീഡിയോയിലേക്ക് വരും. മാക്സിമം ആളുകൾ രാവിലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. അതോടൊപ്പം എല്ലാവരും വീഡിയോയിലേക്ക് വരും. യെസ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും വീഡിയോയിലേക്ക് വരട്ടെ. ഷാഹിദ, എല്ലാവരും വീഡിയോയിലേക്ക് മാക്സിമം. ഇനിയും ഒരുപാട് പേര് നമ്മളുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. എല്ലാവരും വീഡിയോയിലേക്ക് വരിക. ഓക്കെ, സൂറത്ത്, ഓക്കെ, ഇത് ഉസ്മാൻ, ഓക്കെ ഓക്കെ. അപ്പം എന്നാ അടുത്ത സെഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എന്താണ് മോമലി സർ, എന്താണ് സംസാരിക്കാനുള്ളത്? അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓരോരുത്തരും വീഡിയോയിലേക്ക് വന്നിട്ട് തന്നെ സംസാരിക്കാം. ഷെയർ സർ, ഓക്കെ, വെരി ഗുഡ്. നസീമ, ഓക്കെ. സൗദ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ മോമലി സർ? അവിടുന്ന് അൺമ്യൂട്ട് ചെയ്യാലോ. ഓക്കെ ഓക്കെ ആ, ഓക്കെ ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. എന്താണ് ഇന്നത്തെ മോർണിംഗ് ബൈബിലെ നിങ്ങളുടെ ഇൻസൈറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. നമ്മളെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ താക്കോല്. ചിന്തകളെ നമ്മള് വൈറസായിട്ട് ചിന്തകൾ വരികയാണെങ്കിൽ അത് എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ളതാണ്. യെസ്, ജീവനുള്ള താക്കോലാണ് സത്യത്തിൽ NLPയിലെ ഓരോ പ്രിൻസിപ്പിൾസും ഉള്ളത്. ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് തന്നെ ആരംഭിക്കുക. എന്താണ് എൻ്റെ അകത്തുള്ള ചിന്തകൾ? ഈ ചിന്തകൾ എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റാം? ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പോ ആ ഒരു ഇൻസൈറ്റ് ആണ് മൊമലി സാറിന് ഉള്ളിൽ നിന്ന് വന്നത്. അതോടൊപ്പം വേറെന്തൊക്കെയാ പറയാനുള്ളത്? അതിനാണ് ഇപ്പോ പറയാനുള്ളത്. ഇനി കൂടുതലായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യാം. അടുത്തതാരാ വരുന്നത്? ഷാഹിദ. ബാക്കിയുള്ളവർ വീഡിയോയിലേക്ക് വരും. വീഡിയോയിലേക്ക് എല്ലാവരും വീഡിയോയിലേക്ക് വരിക. വീഡിയോയിൽ ഇരുന്നിട്ട് തന്നെ സംസാരിക്കുമ്പോൾ എന്താ വെച്ചാല് അതിനൊരു ഉള്ളിലെ വൈബ് ഭയമാണ് മാറ്റേണ്ടത്. യെസ്, ആ ഉള്ളിൽ ഉള്ളിലെ വരുന്ന ഭയം. വലുതും ചെറുതുമായ എല്ലാ ഭയവും മാറിക്കിട്ടും. അപ്പൊ പുറം ഭയങ്കര ഭംഗിയായിരിക്കും. Wow. വിചാരിക്കുന്നതില് ആസ്വദിക്കാൻ പറ്റും. ആ വൈകാരിക തലം. ചെറുപ്പത്തിൽ കിട്ടിയ ഭയം മുതല് ചെറുപ്പത്തിലുള്ളത് തന്നെയാണ് അത് വലുതായി വരുന്നത്. എന്നാലും ചെറുപ്പത്തിലത് ഓരോന്നോരോന്ന് നമ്മൾ നിരീക്ഷിച്ച് നോക്കുമ്പോൾ ചിന്തയിൽ കൂടി തന്നെയാണ് വരും അത്. അപ്പൊ
ആ പേടി മാറുമ്പോ പുറം ലോകം ഓക്കെ. നല്ല മാറ്റമായിരിക്കും. വാവ്. കോൺഫിഡന്റ് കൂടി വരും. ഓക്കെ. ഇപ്പം അങ്ങനെ മാറ്റം ആയിരിക്കും എന്ന് പറയുമ്പോ മാറ്റം ആയില്ലേ കുറെയൊക്കെ? മാറ്റായി. എന്നാലും നമ്മള് എന്താ പറയാ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ ഉള്ളിലേക്ക്. അതെ, അപ്പൊ കറക്റ്റ്. കിട്ടിയ ഓരോരുത്തർ ആൾക്കാരുടെ നിന്ന് കിട്ടിയതുണ്ട്. ഞാൻ തന്നെ എനിക്ക് ഉണ്ടാക്കിയ കുറെ ഭയങ്ങളുണ്ട്. വെച്ച് കൊണ്ട് നടന്ന് അത് ഭയാന്ന് അറിയില്ലായിരുന്നു ആ സമയത്ത്. ഇപ്പൊ അറിയാം അത് ഭയം കൊണ്ട് വരുന്നതാന്നുള്ള മെയിന്. എന്താണെങ്കിലും സങ്കടാണെങ്കിലും അത് പേടിയിൽ നിന്നാണ് ഫസ്റ്റ് വരുന്നെന്നുള്ള തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പൊ അത് ഓരോന്നോരോന്ന് എടുത്തു മാറ്റുമ്പോ അതിൻ്റെതായ ലെവല് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ഡീപ്പിലുള്ള ആ ഭയം സാർ ഇപ്പൊ ആ ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന് ആലോചിക്കുക നിങ്ങൾ. അതായത് ഒരു വർക്ക്ഷോപ്പ് പോലെയാണ് നമ്മുടെ ഉള്ളിന്റെ അവസ്ഥ. അതെ, ഒരു അത് വർക്ക്ഷോപ്പ് പോലെ. ഭൂമിൽ നിന്ന് കിട്ടിയത് വരെ നമ്മളെ അതില് പിന്നെ സാറിന്റെ മാസ്റ്റർ ക്ലാസ്സിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ടൈം ലൈനിലൊക്കെ. അതെ, 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 അപ്പൊ അതെ. അത് ഉമ്മക്ക് സംഭവിച്ചതും പിന്നെ എനിക്ക് സംഭവിച്ചത് ചെറുപ്രായത്തില് കളിയാക്കലുകൾ എന്നുള്ള പേടി, അങ്ങനെ ഓരോന്നായിട്ട് ആ പേടികൾ ഇങ്ങനെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചെറുതും വലുതൊക്കെ പോയി. എന്നാലും ചെറുതിലേക്ക് നോക്കുമ്പോ ഇപ്പൊ ചെറിയ ചെറിയ സംഗതികൾ കാണാൻ വരുന്നുണ്ട് ഇപ്പൊ. അതാണ് ഇപ്പൊ ഏറ്റവും എന്നൊക്കെ പറയുമ്പോഴേ അതായത് ഇമ്മീഡിയറ്റ് വന്നത്. ഒരു ആ, ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്ത് അതെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ പറയാറില്ല, എന്താ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ നിങ്ങൾ കാണാൻ പാടില്ല എന്ന് പറയുമ്പോ ഉം, അത് ആ കുട്ടിയുടെ ന്യൂറോളജിയിലേക്ക്, ഇതാണ് NLP ന്യൂറോ എന്നുള്ളത്. ആ കുട്ടിയുടെ അതെ. ന്യൂറോളജിയിലേക്ക് അതെന്ത് ചെയ്യാണ്, കോഡായി പോവാണ്. ഇതൊക്കെയാണ് NLP പ്രിൻസിപ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റം വരുത്തുന്നത്. ആന്തരിക അതെ. ലോകത്തുള്ള ആ ഇന്നർ ലോകത്തുള്ള ഭയത്തിനെ മാറ്റാനുള്ള മാർഗമാണ്. ജസ്റ്റ് കേട്ടു പോകാനുള്ളതല്ല. അപ്പൊ നിങ്ങൾ പറയുമ്പോ ആ ചെറുതിലെ ഇപ്പൊ അത് ഓർമ്മ പോലും ഉണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത് ആ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചത് ഇപ്പൊ ഓർമ്മ പോലും ഇല്ല. പക്ഷെ ഉള്ളിൽ ആ പേടി അവിടെ കിടക്കുകയാണ്. അതിനെപ്പോലും മാറ്റുക എന്നുള്ളത് തന്നെയാണ് ആ താക്കോല്. ആ ഡോറാണ് തുറക്കേണ്ടത്. അപ്പൊ പക്ഷെ ഓർമ്മ മഹാവിശാലമായിട്ടുള്ള ഇല്ലെങ്കിലും ആ ഒരു സാഹചര്യം വരുമ്പോ നമുക്ക് ചെറുതിലിതാ ഓർമ്മ വരുന്നത്. ഇപ്പൊ ആ ഒരു പേടി വരുമ്പോ നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോ ആ ചെറുതിലുള്ള സാഹചര്യങ്ങൾ നല്ല സിനിമ പോലെ കാണുന്നുണ്ട്. അപ്പൊ ആ അതിലേക്ക് ചെറുതിൽ കണക്ട് ആവുന്നുണ്ട് അല്ലേ? സംഭവിച്ച ഓരോ കണക്ട് ആവുന്നുണ്ട്. പെട്ടെന്ന് കണക്ട് ആവും. ഇന്നത് കൊണ്ടാണ് എനിക്ക് ഇന്നത് സംഭവിക്കുന്നത്, ഈ സമയത്ത് സംഭവിക്കുന്നത്. എന്റെ പ്രഗ്നൻസിയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അതിനെയും കൂടി റിലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ സംഭവിച്ച ഓരോ സംഗതികൾ, ചെറുപ്പത്തിൽ സംഭവിച്ചത്, ഓരോരുത്തർ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുമല്ലോ. ഇന്നതാണ് ഗർഭത്തിൽ ഉണ്ടാവുന്നത്, ഇന്നതാണ്. ആ പേടി വരെ വരുന്നത് നമ്മൾ ചെറുപ്പകാലത്ത് ഇങ്ങനെ കേൾക്കുന്ന പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് കേൾക്കുന്നതും അങ്ങനത്തെ ഒക്കെയാണ് റിലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് എടുത്ത് മാറ്റാൻ പെട്ടെന്ന് കഴിയുന്നുണ്ട് ഇപ്പൊ. അതാണ് എന്തും പ്രാക്ടിക്കലാണ് വരുന്നത് NLP. പേടികളിൽ നിന്നുള്ളതാ. ഓക്കെ. തന്നെയാണ് ആ പുസ്തകത്തില് മൊയ്ൻ സാറ് നമ്മളോട് പറഞ്ഞത്. NLP ഈ തത്വങ്ങൾ കേട്ടു പോവാനുള്ളതല്ല. ഓരോ ലൈഫിൽ ഓരോ മൊമെന്റിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്ലിക്കേഷൻ ലെവലിൽ ഉം. കൊണ്ടുവരാനുള്ളതാണ് എന്നതാണ്. അപ്പൊ ഉടനടി അത് എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നു. ഭയങ്കര രസമായി വരുന്നത്. അതിപ്പോ എടുത്ത് മാറ്റാന്ന് പറയുമ്പോ അതൊരു രസാ ഇപ്പൊ. കാരണം ഓരോ വിഷയങ്ങൾ വരുമ്പോ അത് ഇപ്പൊ സമയങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ണടച്ചിരിക്കും, അങ്ങനെ ഒരു അവസ്ഥ വേണ്ടാത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ ഇതെന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലാത്ത സമയത്തില് നമ്മള് വേറൊരാൾക്കാരുടെ ഇടയിലാണെങ്കിലും അത് ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു കഴിവുണ്ടായിട്ടുണ്ട്. അപ്പൊ വെരി സാറിന്റെ അടുത്ത് നിങ്ങളടുത്തൊന്നും അത്ര എന്താ പറയാ, നമുക്ക് ഒരുപാട് തെറാപ്പിസ്റ്റ് ഗുരുക്കന്മാരുണ്ട്. ഒരിടത്തും നന്ദി പറഞ്ഞാൽ തീരൂല. കാരണം ഓരോ ഐഡിയകൾ ഒരിടത്തു നിന്നാണ് ബാക്കി കിട്ടുന്നത്. കറക്റ്റ്. ഇന്നതുപോലെ ചെയ്താൽ മതി, ഇന്നതുപോലെ ചെയ്താൽ മതി. അപ്പൊ മുമ്പൊക്കെ ബാഹ്യ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കല്ലേ ചെയ്യാറുണ്ടായിരുന്നത് അല്ലേ? അതെ ബാഹ്യ അതെ അതെ. സാഹചര്യത്തിൽ നിന്ന് മാറി മറ്റുള്ളവരാണ് ഉം, പ്രശ്നക്കാര്, ആ അതെ. സാഹചര്യമാണ് പ്രശ്നം, ഈ രീതിയിൽ നിന്ന് മാറിയിട്ട് ആന്തരിക തലത്തിൽ മാറിയപ്പോ പിന്നെ എന്താ സംഭവിക്കുന്നത്? അതിനൊക്കെ പുറം ലോകം നോക്കിക്കാണാൻ ആ സാഹചര്യത്തിൽ നോക്കിക്കാണാൻ നിന്നുകൊണ്ട് തുടങ്ങി. സന്തോഷത്തോട് കൂടിയിട്ട് ഹാപ്പി ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ അതെ, പറ്റുന്നു? പുറത്തുള്ള ആൾക്കാർക്ക് കിട്ടുന്നതിന്റെ മാറ്റാന്നുള്ള മനസ്സിലായി തുടങ്ങി. അവര് അറിയാണ്ട് വരുന്നൊരു സാധനാന്നുള്ള മനസ്സിലായി തുടങ്ങി. അങ്ങനെ വലിയ നേട്ടങ്ങളാ, വലിയ നിധി തന്നെയാ കിട്ടിയത്. അത് അല്ലേ? പറഞ്ഞറിയിച്ചാലൊന്നും ഇങ്ങനെ വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റൂല. അതെ. ക്ലാസ്സിൽ തന്നെ മൊയ്നു സാർ പറഞ്ഞല്ലോ, നിധിയാണ് എന്നുള്ളത്. ഉള്ളിൽ അതെ. നിധി നിധി തന്നെ. നിധിയാണ്. ആ നിധിയെ
സത്യത്തിൽ കിളച്ചെടുക്കല്ലേ ചെയ്തത്. നിധിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡീപ്പ് കിളച്ചെടുക്കല്ലേ ചെയ്യാ. ഇതേപോലെ അകത്തുള്ള നിധിയെ എന്ത് ചെയ്യാണ്, കിളച്ചെടുക്കുന്നതാണ് സംഭവിക്കുന്നത്. അത് ഇതുവരെ ഞാൻ ആ കൊടുത്ത ഫീസിനൊന്നും മതിയാവൂല. ഇത്രയും കാലം, എത്ര കൊല്ലായി, ഒരുപാട് കൊല്ലായില്ലേ. പക്ഷെ ആ ഫീസിനൊന്നും മതിയാവൂല. തിരിച്ചു തരാനും പറ്റൂല. എന്താ വാല്യൂ കൊടുക്കേണ്ടതിന് പകരം അത് എന്റെ കയ്യിലില്ല. പിന്നെ ജീവിച്ചിട്ട് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. സാറിന് പിന്നെ ബാക്കിയുള്ളതിന്റെ ബാക്കിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതന്നെ ഉള്ളു വഴി. വേറൊന്നും തിരിച്ചു കൊടുക്കാനില്ല. ഏതായാലും വളരെ സന്തോഷം. ജെസിക് ഒരുപാട് ഭായ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. പിന്നെ ഈ മാറ്റം എന്ന് പറഞ്ഞത് കുറെയൊക്കെ പേടിയായിരുന്നു എനിക്ക് എപ്പോഴും. ഞാൻ ആദ്യം എൻ്റെ പേടി ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്, മാറി ഇനിയും ഒരുപാട് പേടി മാറ്റാനൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ എന്താ പറയാ, ഈ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കും തോറും ഫീലിങ്സ് കെനസ്തെറ്റിക് ലെവലിലേക്കാണ് ഞാൻ പോണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടെ പോയാലും എന്താണ്, ഞാനാണ്, എൻ്റെ ഉള്ളില് ഞാനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പൊ ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാല് ജെസിക് ഭായി ആ സ്റ്റേജ് മേലെ നിർത്തിയിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞല്ലോ അന്ന് ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സില് പ്രസംഗിക്കുമ്പോ. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യോ, ഞാനൊന്ന് വിചാരിക്കും പറയല് വേറൊന്നാണ് എന്ന് പറഞ്ഞല്ലോ ഉള്ളിൽ. പക്ഷെ അതിപ്പോ ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കാം. ഇന്നത്തെ പോഡ്കാസ്റ്റ് നിങ്ങൾ അതിലേക്കാണ് വരുന്നത്. ഇന്നും അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഇന്നിപ്പോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ മാറ്റം സംഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ശരിക്കും ഇപ്പൊ ഇങ്ങനെ ബോധ്യപ്പെടുകയാണ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞ പേടി ഞാൻ മാറ്റാൻ വിചാരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഉള്ളിലുള്ള പേടി, പിന്നെ ആത്മവിശ്വാസം, അതൊക്കെയാണ് എടുക്കാൻ. അപ്പൊ എനിക്കിന്ന് സമയമില്ല. ഇന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ക്ലാസ്സിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ റഷിക്ക പറയും എനിക്കിപ്പോ ഇന്നിപ്പോ മന്ദാരത്തിന്റെ ഒരു പരിപാടി ഉണ്ട്, അതിൽ ആശംസ നേരാനുണ്ട്. കഴിഞ്ഞ ആഴ്ച വേറൊരു എഴുത്തുകാരിക്ക് ആശംസ നേരാനുണ്ട്. അങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ പോകുമ്പം ഞാൻ ആ ഒരു പേടിയൊക്കെ മാറി പിന്നെ പ്രസംഗിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. അപ്പോ എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും NLP ക്ലാസ് പ്രസംഗിക്കുന്ന ആളിന്റെ ഒരു തോന്നല് എനിക്കുണ്ട്. റഷിക്ക് എപ്പോഴും പറയുന്നത് NLP പറയും പോലല്ല, ജസീക്കിനോട് പറയും പോലല്ല. പക്ഷെ എവിടെ ആയാലും ഞാൻ പെട്ടെന്നൊരു സ്ട്രക്ക് ആവുനി, പഠിച്ചോനെ ഇത്. പക്ഷെ അവിടെ നിന്നൊക്കെ തരണം ചെയ്ത് ആ ഇതില് ക്ലാസ്സിൽ മൈക്കും പിടിച്ച് പറഞ്ഞ ആ ഒരു ഇതോടെ തന്നെ ഞാൻ പറയുന്നത്, ആ ധൈര്യം വന്ന് ആ പേടി മാറി. ഇന്നിപ്പോ മന്ദാരത്തിന്റെ വലിയ പരിപാടിയാണ് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ. ഒരുപാട് പേഴ്സ് ഉണ്ട് ജെസിക് ഭായ്ക്കും സാറിനും എല്ലാവർക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ എല്ലാരും മുമ്പിലും പ്രസംഗിക്കാൻ ഒക്കെ തയ്യാറായി നിന്നത്. ആ ഒരു കാര്യം പറഞ്ഞു. വെരി ഗുഡ്. അതായത് ഇവിടെ ഇപ്പൊ ബീനാത്ത സംസാരിക്കുമ്പോഴും അവര് പറഞ്ഞു ഒരുപാട് എന്ത് ചെയ്യുന്നു, ഡെവലപ്മെന്റ് ആയി, ഇനിയും പേടി പോവാനുണ്ട് എന്ന് പറയുന്നുണ്ട്. സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കുമ്പോ ഉള്ളിൽ വിചാരിച്ചതല്ല ചിലപ്പോ ചില സമയത്ത് പുറത്ത് വരുന്നത് എന്നൊക്കെ പറയുമ്പോഴും, കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആ പ്രിൻസിപ്പിൾ ഇല്ലേ, പുറത്ത് കാണുന്ന സംഗതിയല്ല, അകത്തുള്ളതിന്റെ യാഥാർത്ഥ്യമല്ല പുറത്ത് കാണുന്നത്. അപ്പൊ ഈ മാപ്പിനെ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് റീഫ്രെയിം ചെയ്യുക, മറ്റൊന്ന് എന്താ സംഭവിക്കേണ്ടത്, നമ്മള് വിഷ്വലൈസേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണോ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരു ദിവസം കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, കാണുന്നു, അതിന്റെ റിസൾട്ടിലേക്കാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് പരിപാടി ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് അവിടെ സുന്ദരമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തതും ആളുകൾ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതും ഇത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ആന്തരിക തലത്തിലുള്ള നിങ്ങളെ കുറിച്ചിട്ടുള്ള മാപ്പ് തന്നെ മാറുകയാണ്.
നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള മാപ്പ് മാറുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അവിടുത്തെ സദസ്സിനെ കുറിച്ചിട്ടുള്ള മാപ്പ് മാറും. അവർക്ക് നന്നായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ കാണുമ്പോ, സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ചിലപ്പോ നിങ്ങൾ പോകുമ്പോ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആയിക്കോട്ടെ, നിങ്ങൾ നേരത്തെ നിങ്ങളുടെ അകത്ത് സെറ്റ് ചെയ്തത് എന്താ, നിങ്ങളുടെ ഇന്നർ മാപ്പിൽ എന്താ, അതെല്ലാം പരിപാടി വളരെ ഭംഗിയായിട്ട് വളരെ എന്താണോ അവിടെ സംസാരിക്കേണ്ടത്, അതോടൊപ്പം അവർ ഇങ്ങോട്ടേക്ക് സംസാരിക്കേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു, ഇന്നർ മാപ്പിൽ, അതായത് നിങ്ങളുടെ ആന്തരിക ലോകത്ത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക, പുറം ലോകത്ത് ആ മാറ്റം നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഡെവലപ്മെന്റ് സംഭവിച്ചത് പോലും നിങ്ങൾ ബാഹ്യമായിട്ട് മാറ്റം വരുത്തിയതാ അല്ലല്ലോ. ആന്തരിക ലോകത്ത് മാറ്റം സംഭവിച്ചപ്പോ ബാഹ്യ തലത്തിൽ എന്ത് ചെയ്തു, ഒരുപാട് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. ഇതാണ് NLP ഇന്നത്തെ ക്ലാസിന്റെ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയ എന്താ, ഉള്ളിൽ ഓരോ ചാവി ഇട്ടിട്ട് ജീവിക്കുന്ന താക്കോലാണ് നിങ്ങൾ എന്ത് ചെയ്ത്, ഓരോ ഡോറുകളാണ്. ഭയത്തിന്റെ ഡോർ തുറന്നു, അതേപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുടെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പോസിറ്റീവ് ആക്കി മാറ്റി, അതേപോലെ തന്നെ നിങ്ങളുടെ നിരാശയുടെ ഡോർ മാറ്റിയിട്ട് വളരെ പ്രതീക്ഷയുടെ ഡോറാക്കി മാറ്റി. ഇങ്ങനെ ഓരോ ഡോറുകളും നിങ്ങൾ തുറന്ന് 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 ഇങ്ങനെ പോയപ്പോ നിങ്ങളാകുന്ന വ്യക്തിയുടെ അകത്താണ് മാറ്റം സംഭവിക്കുന്നത്. ബാഹ്യ ലോകത്ത് സാഹചര്യം ഒന്നും മാറിയിട്ടില്ല, പഴയ വീട് തന്നെയാണ്, പഴയ ഭർത്താവ് തന്നെയാണ്, മക്കൾ അതന്നെയാണ്, നിങ്ങളുടെ പുറത്തുള്ള ആളുകളൊക്കെ അത് തന്നെയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്, നിങ്ങൾ മാറിയപ്പോ എല്ലാവരെയും ആ പോസിറ്റീവായിട്ടുള്ള നല്ല കണ്ണടയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റി. ഞാനില്ല, ഞാൻ പുതിയ ആണ്, ഞാൻ പറയുന്നില്ല. അപ്പൊ അവര് സമ്മതിക്കുന്നില്ല. എന്തായാലും പറയണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അപ്പൊ അല്ല, ഇതൊരു അവസരമാണ്. അതും ക്ലാസ്സില് മൊയ്നു സാർ പറഞ്ഞു നമ്മളോട്, അവസരത്തെ എന്ത് ചെയ്യാം, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് കാണേണ്ടത്. അതല്ല, അതൊക്കെ ഞാൻ നമ്മളെ അവസരത്തിൽ നിന്ന് വേഗം ഒഴിഞ്ഞു മാറല്ല ചെയ്യേണ്ടത്. ആ അവസരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി 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 ഇങ്ങനെ പോകാൻ പറ്റും. അതൊക്കെ ആ ആങ്കറിങ് തെറാപ്പിയിലൂടെ വന്ന ഒരു മാറ്റം തന്നെയാണ്. ആ പേടി ഇതൊക്കെ ആങ്കറിങ് തെറാപ്പിയിലൊക്കെ ഉള്ള ഇത് തന്നെയാണ്. നമ്മളെ ക്ലാസ്സിലുള്ള ഓരോ ഇതിപ്പോ ബിനാത്ത പറഞ്ഞ ആങ്കറിങ് തെറാപ്പി ആണെങ്കിലും ഓരോ തെറാപ്പി ആണെങ്കിലും ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്, ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. NLP പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ തെറാപ്പിയും വരുന്നത്. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ ഇതിലെ താക്കോലുകളെ സംബന്ധിച്ചാണ്. അപ്പൊ കുറെ താക്കോലുണ്ട്, കുറെ കൂട്ടുമുണ്ട്. അപ്പോ ഈ എപ്പോ താക്കോല് എടുക്കണം, ഏത് താക്കോല് എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു വിഷയമാണല്ലോ നമ്മൾ ശരിക്കും അതിന്റെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോ എനിക്ക് തോന്നുന്നത്, പിന്നെ നമ്മളിപ്പോ ഫുൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് ആ സമയത്ത് നല്ല ഒരു മെന്റൽ സ്റ്റേറ്റ് കിട്ടും, നല്ല ഒരു അനുഭൂതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോ ആ അനുഭൂതി നിലനിന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ഇല്ലാണ്ടാവുന്ന ഒരു സമയം ചിലപ്പോൾ വരും. അതായത് അതിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ തന്നെ നമ്മൾക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ തന്നെ ആ താക്കോൽ എടുക്കുക. ഏതാ താക്കോൽ ഉള്ളിലേക്ക് അപ്പോഴാ നോക്കേണ്ടത്. അപ്പോൾ നോക്കിയിട്ട് ആ താക്കോൽ എടുത്ത് ഉടനെ തന്നെ അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ മെന്റൽ സ്റ്റേറ്റിലേക്കാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോ ആ മെന്റൽ സ്റ്റേറ്റ് എപ്പോ ഡീവിയേഷൻ വരുന്നോ അപ്പൊ തന്നെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഏറെക്കുറെ എല്ലാ സമയത്തും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റും എന്നാണ് താക്കോൽ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അതന്നെയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. തന്നെയല്ലേ ജീവനുള്ള താക്കോൽ എന്നാണ്. എപ്പോഴാണോ അത് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഉപയോഗിച്ചേക്കുക. കാരണം ഇപ്പോ സാറിന്റെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോ റഷീദ് സാർ പറഞ്ഞു, അതായത് റിസോഴ്സസിലുള്ള കുറവുകൾ. ഇന്ന റിസോഴ്സ് എന്തൊക്കെയാണ് ഉള്ളിലുള്ളത്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ വൈകാരിക തലത്തില്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ബാഹ്യ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതികരണങ്ങൾ മാറിപ്പോകുന്നു, ചിന്താതലത്തിൽ മാറ്റം സംഭവിക്കുന്നു,
അല്ലെ? അതേപോലെ തന്നെ എല്ലാത്തിനെയും പഴിചാരുകയാണ്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ റിസോഴ്സസിലാണ് കുറവ് സംഭവിക്കുന്നത്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള പോസിറ്റീവുകൾ, സന്തോഷം, സമാധാനം, ധൈര്യം, സ്നേഹം, കോൺഫിഡൻസ്, കോൺസെൻട്രേഷൻ, മെമ്മറി പവർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഇത്തരം ഒരുപാട് റിസോഴ്സുകളാണ് നമ്മുടെ അകത്തുള്ളത്. ഈ റിസോഴ്സസിലുള്ള കുറവുകളാണ് ബാഹ്യ സാഹചര്യത്തെ നെഗറ്റീവായിട്ട് മാറ്റുന്നത്. റഷീദ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തിൽ പോകുന്നിടത്ത് എവിടെ ആരോ എന്തോ പറഞ്ഞപ്പോ എന്ത് ചെയ്തു, ഒന്ന് ഡൗൺ ആയ ആ സമയത്ത് എന്ത് ചെയ്യണം, NLP-യിൽ ഇന്ന പ്രിൻസിപ്പിള്, എവിടെയാണ് എനിക്ക് ഡൗൺ സംഭവിച്ചത്? എന്റെ ചിന്തയിലാണോ, എന്റെ ഇമോഷനിലാണോ, എന്റെ ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ബിലീഫ് സിസ്റ്റത്തിലാണോ എന്നെങ്ങനെ ആക്കി മാറ്റിയത്? എന്നെ ഒന്നിനും കൊള്ളൂല എന്നുള്ള ഫീലിംഗ് ആണോ, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നുള്ള ആ ഒരു വിശ്വാസമാണോ എന്നെങ്ങനെ തളർത്തി കളയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ മാറ്റുക. ആ മാറ്റാനുള്ള ടൂളാണ്, അല്ലെങ്കിൽ ആ ഒരു താക്കോലാണ് അപ്പം എന്ത് ചെയ്യണം, ആ പൂട്ട് തുറന്നേക്കണം. അതാണ് തുറക്കുമ്പോൾ കാണാൻ എന്ത് ചെയ്യാം, മറ്റൊരു വഴി, ഒരു സ്ട്രൈറ്റ് പാത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതിലൂടെ സിമ്പിൾ ആയിട്ട് യാത്ര ചെയ്യാം. ഉള്ളിൽ മാറ്റം വരുമ്പോൾ പുറത്ത് എന്ത് ചെയ്യുന്നു, ആ സാഹചര്യത്തിൽ വളരെ ഹാപ്പി ആയിട്ട്, റെസീലിയൻസ് എന്ന് പറഞ്ഞില്ലേ, അതിജീവിക്കാനുള്ള ഒരു പവർ അവിടെ കിട്ടുക. പറഞ്ഞോളൂ. നമുക്ക് ഇതിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ മെന്റൽ സ്റ്റേറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ആണ് നമ്മളിൽ ശക്തിയായിട്ട് വരേണ്ടത്. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് ഉടനെ തന്നെ നീങ്ങുക ചെയ്യുന്നത്. അതിനകത്ത് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നബിവചനമുണ്ട്. അത് പറയുന്നത്, നിങ്ങളുടെ നന്മകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ തിന്മകൾ നിങ്ങളെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയാണെന്ന് പറയും. അപ്പോ നന്മകളെ നമ്മൾക്ക് എപ്പോഴും ആ പോസിറ്റിവിറ്റിനെ നമ്മൾ എപ്പോഴും നമുക്ക് സന്തോഷവും നല്ല ഇതും തരുന്നതിനെ നമ്മൾ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാം. ആ ചിന്ത. അതേപോലെ തിന്മകൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾക്ക് അതിനെപ്പറ്റിയുള്ള ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ പിടിച്ച് അത് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു ശരിക്കുള്ള ഒരു ഇതിലെ ഒരു വിജയിക്കുന്ന ഒരാളായിട്ട് മാറും എന്നുള്ള ഒരു നബിവചനമാണ് ഞാൻ ഇതിലേക്ക് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത്. എന്തായാലും നമുക്ക് പിന്നെ ജനറൽ ആയിട്ട് തന്നെ സംസാരം മുന്നോട്ട് പോവാം. അതായത് ഇപ്പൊ NLP-യിലെ ഹാപ്പിനെസ് ബൂസ്റ്റിംഗ് തെറാപ്പി പോലും അങ്ങനെ തന്നെയല്ല സംഭവിക്കുന്നത്. പോസിറ്റീവിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതായത് കിട്ടിയ ഉള്ളിലുള്ള, ഇപ്പോ കഴിഞ്ഞ തവണത്തെ പ്രിൻസിപ്പിൾസിൽ ഉള്ളിലുള്ള മാപ്പിനെ മാറ്റാൻ, ലൈഫിൽ ഉണ്ടായ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് തന്നെ കാണുക എന്ന് സാർ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന മോർണിംഗ് ബൈബിള് സാറിന്റെ ആ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കി. റീകോളിംഗ് എന്നാണ് അതിൽ പറഞ്ഞത്. റീകോൾ ചെയ്യുക, നമ്മളുടെ ലൈഫിൽ ഉണ്ടായ ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങളെ റീകോൾ ചെയ്തിട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ സംഭവിക്കുന്നത്, വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ കാണുന്നു, അതിനടുത്തേക്ക് കൊണ്ടുവരുന്നു, കളർഫുൾ ആയിട്ട് കാണുമ്പോൾ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, മാപ്പ് മാറുകയാണ്. ഏതായാലും വളരെ സന്തോഷം റസീദ് സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യാം. ആരാണ്? പറഞ്ഞോളൂ. വലൈസ്ലാം. മോർണിംഗ്, പറഞ്ഞോളൂ. പോയി അപ്പൊ തിരിച്ചു വരുമ്പോ പുയ്യാപ്പിളയാ ഓടിക്കുന്നത് നമ്മളെ മാപ്പിള. അപ്പൊ ഞാനിങ്ങനെ ഒരു ഇങ്ങനെ എത്തുന്നതായിട്ട് ശരിക്കത് ഒഴിഞ്ഞു പോയതാ ഭാഗ്യത്തിന്. മുമ്പിൽ സ്പീഡ് കുറക്കുന്നില്ല, ഏതോ ഭാഗ്യത്തിനകത്ത് തെറിച്ചു പോയി. അപ്പൊ സൂറാഴ്ച പേടിച്ചു പോയില്ലേന്ന് വെച്ചു പുയ്യാപ്പിള. ആ നിമ്മടിച്ച് അതിലേക്ക് നോക്കി ഒരു പൊട്ടിക്കൊക്കെ പൊട്ടിക്കുമ്പോ ആ സാറ് പറഞ്ഞ അതേ അവസ്ഥ എനിക്ക് വന്നു. ആങ്ങള എന്നോട് ചോദിച്ചു, ഗ്യാസ് പോകുമ്പോക്ക് ഗ്യാസ് ഉണ്ടോന്ന് ചോദിച്ചു. അടുത്തന്നെ ഇരിക്കണ്ട ആങ്ങള തറവാട്ടില് വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ തറാഫ് ചെയ്ത ആ നിമിഷം എന്നിരുന്ന് ഇറങ്ങി അങ്ങ് പോയി. ഞാനാകെ വറക്കുന്ന എനിക്ക് ആ വീട്ടിൽ അത് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം.
അങ്ങനെ അപ്പം സാറിനെ ഞാൻ ഓർമ്മ സാറ് പറയുമായിരുന്നു നമ്മളിങ്ങനെ ഒഴിവാക്കൂന്ന്. ആ അനുഭവിക്കാൻ പറ്റി. ആ പേടി ഇറങ്ങിപ്പോയി. അൽഹംദുലില്ലാ. വളരെ സന്തോഷം, വളരെ സന്തോഷം. പേടിയാണ് എല്ലാ കാര്യത്തിലും. ഭക്ഷണത്തിന് തന്നെ പേടിയാണ്. എൻ്റെ ഉമ്മാന്റെ വയറ്റിലുള്ള സമയം കുറച്ച് പറഞ്ഞു. ഉപ്പാനോട് ചോദിച്ച് അച്ചിയോ കുട്ടിയോ വേണ്ടിയെന്ന് ചോദിച്ചു. ഉപ്പ പറഞ്ഞു കുട്ടി വേണ്ട, അച്ചി മതി. ആ പേടി എൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഓരോ നിമിഷവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നുണ്ട്. മുമ്പ് എന്താ ചെറിയ നിസാരം ഞാൻ എനിക്ക് തന്നെ മനസ്സിലായി പേടിയാവും. ഞാൻ എന്തിനിങ്ങനെ പേടിയെന്താ കാര്യം, ചെറിയ കാര്യമായിരിക്കും, എനിക്ക് മനസ്സിലാകുന്നില്ല. സാറിന്റെ ക്ലാസ്സിൽ കൂടി അവിടുന്ന് എടുത്ത് ഓരോന്നോരോന്നോരോ തിരിയാൻ ഇവിടുന്ന് മൂവി എടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാ ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി അത് കഴിച്ച് ചിക്കനൊക്കെ കഴിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാ എല്ലാം കയറി തന്നെ. ഏത് സമയം കഴിക്കുമ്പോൾ സാറിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അള്ളാഹിനോട് ശുക്ർ ചെയ്യാം. അൽഹംദുലില്ലാ. സന്തോഷം. ഓക്കെ, ഇപ്പോ പിന്നെ സുഹറ ഇത്ത പറഞ്ഞതുപോലെ, ഉമ്മ പറഞ്ഞതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് ചെയ്യാണ്, അതിന് പേടിച്ചിട്ട് പിന്നെ യാത്ര തുടരല്ലല്ലോ ചെയ്തത്. ഉടനടി എന്ത് ചെയ്യുന്നു, ഉള്ളിൽ നിന്ന് ആശ്വാസം വരുമ്പോ നിശ്വാസം പോകുന്നുള്ളത് അത് പ്രകൃതിന്റെ നിയമമാണ്. അതൊന്ന് പുറത്തേക്ക് വിട്ടാൽ തന്നെ മതി. എനിക്ക് നീ പേടിച്ചില്ലേ എന്ന് പറയുമ്പോ പേടിച്ചു, ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, മെന്റൽ സ്റ്റേറ്റ് മാറ്റാതെ നിൽക്കുകയല്ല സംഭവിച്ചത്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞതുപോലെ ഉള്ളിലുള്ള അവസ്ഥയാണ് മാറ്റുകയാണ്. നിശ്വാസം പോകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും ഫീൽ ചെയ്യണം. ആ വൈകാരിക തലത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു റീപ്രോഗ്രാമിംഗ് സംഭവിച്ചപ്പോ പിന്നെ എന്ത് ചെയ്യാണ്, യാത്ര വളരെ സിമ്പിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഉമ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അടുത്തതായിട്ട് ആരാണ്? അടുത്തതായിട്ട് വാലിക്കും അസ്സലാം. വീഡിയോയിലേക്ക് വരാൻ പറ്റുമോ? ആരാണ്? വീഡിയോയിൽ വരാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഡിയോയുടെ പിക്ചർ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്യാമറയിൽ പറ്റുന്നില്ല അല്ലെ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ എന്ത് ചെയ്യാ, പറഞ്ഞോളൂ. നാല് അത് നമ്മള് ഫുള്ള് പോസിറ്റിവിറ്റി ആയിട്ട് വരുമ്പം പിന്നെ ഉള്ളിൽ നിന്നൊരു പേടി, അഹങ്കാരായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ഭയം വരുന്നുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അന്നേരം പോസിറ്റീവ് ഇന്നത്തെ പറഞ്ഞോളൂ. ഫുൾ പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പം പിന്നെ ഉള്ളിലൊരു ഭയം വരിക, അഹങ്കാരായിട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരിക. അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇവിടെ ഇപ്പോ സാറ് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നമ്മളോട്, ആ ഫിയർ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിനെ നിങ്ങൾ നിരീക്ഷിക്കുക. പോഡ്കാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫിയറിനെ നിരീക്ഷിച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നത്. അഹങ്കാരം വരുന്നു എന്ന് പറയുമ്പോൾ എന്തോ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അകത്തുള്ള ബിലീഫ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനമാണത്. അതിനെ നിങ്ങൾ നിരീക്ഷിക്കുക. എന്നിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളെ തന്നെ, നിങ്ങളുടെ അകത്തുള്ള ഒരുപാട് ചിന്തകളിൽ നിന്നാണല്ലോ അത് വരുന്നത്. പോസിറ്റീവായിട്ടുള്ള ചിന്തകളാക്കിയിട്ട് മാറ്റുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അഹങ്കാരത്തിൽ നിന്ന് അകന്ന് പോവുകയാണ് ചെയ്യുക. അതായത് പോസിറ്റീവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ ഇങ്ങനെ അടുക്കും തോറും എന്താ സംഭവിക്കുക, കാസർഗോഡ് നിന്ന് അകലെയല്ലേ ചെയ്യാം. നിങ്ങൾ അഹങ്കാരത്തിൽ ഉറച്ചു നിൽക്കാതെ, അഹങ്കാരത്തിന്റെ ഓപ്പോസിറ്റ് എന്താ സംഭവിക്കേണ്ടത്, വിനയമാണ് സംഭവിക്കേണ്ടത്. ജഡ്ജ്മെന്റിനെ നിങ്ങൾ കമ്പാഷനെ കൊണ്ട് എന്ത് ചെയ്യുക, നേരിടുക എന്ന് പറയുമ്പോ അങ്ങനെയാണ് മറികടക്കേണ്ടത്. നമ്മൾ ഇതിന്റെ അപ്പുറം കടക്കേണ്ടതുണ്ട്. അഹങ്കാരത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, വിനയത്തിനെ കൊണ്ട് എന്ത് ചെയ്യണം, മറികടക്കുക. അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അഹങ്കാരം വരുന്നുണ്ടോന്നൊരു തോന്നൽ വരിക. എന്റെ അകത്തുള്ള വിനയം എവിടെ എന്നുള്ളതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ളതിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അടുക്കുമ്പോൾ കാസർഗോഡ് നിന്ന് ഇങ്ങനെ അകലുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യും, അകന്ന് വിനയത്തിലേക്ക് അങ്ങനെ അടുക്കുകയാണ് ചെയ്യുക. എങ്ങനെ ഈ വിഷയത്തിൽ എനിക്ക് വിനയം സംഭവിക്കും, എങ്ങനെ ഈ വിഷയത്തിൽ എനിക്ക് എന്ത് വിനയം സംഭവിക്കും എന്നുള്ളതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇരുന്നോണ്ട് തന്നെ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന്
ഉള്ളിൽ നിന്ന് അങ്ങനെ മാറി 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 വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ വികാരങ്ങള് നമ്മൾ നിരീക്ഷിക്കുമല്ലോ. ആ അപ്പൊ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വയറ്റിന്റെ അടുന്ന് എന്തോ ഒരു സ്റ്റോപ്പ് ആകുന്ന പോലെ നിരീക്ഷിക്കുമ്പോൾ അത് ആ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ സംഭവിക്കുക. അത് സ്റ്റോപ്പ് ആവാൻ തന്നെയാണ് സംഭവിക്കുക. കാരണം നമ്മുടെ ന്യൂറോളജിയിലാണ് നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് ന്യൂറോ എന്നുള്ളത്. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ചെറുപ്പത്തിൽ നിങ്ങൾ പോസിറ്റീവ് കുറെ അനുഭവിച്ചില്ലേ, ഉം. അതും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ന്യൂറോളജിയിലാണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളിലൂടെ നിങ്ങളുടെ അകത്തുണ്ടായ നെഗറ്റീവ്സും അനുഭവിച്ച് വെച്ചിരിക്കുന്നത്, ആ അനുഭവങ്ങളെ കോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഏരിയയാണ് ന്യൂറോ എന്നുള്ളത്. ഇതിലങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് അങ്ങനെ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, അത് സ്റ്റോപ്പായി ഇങ്ങനെ വരികയാണെന്നുള്ളത്. അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കുക. അപ്പൊ അതിലേക്ക് നിരീക്ഷണം നമ്മൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് സംഭവിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, മോസ്റ്റ് വെൽക്കം. അപ്പൊ ഇവരുടെ പറഞ്ഞോളൂ. കേസിൽ ജസിക് ഭായ്, ഇവരുടെ കേസിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പേടി തന്നെ ഒരു പോസിറ്റീവ് സാധനമായിട്ടാണ് വരുന്നത്. ആ പേടി അതെ, ഉള്ളതുകൊണ്ടാണല്ലോ അവർക്ക് അതിനെ ഒന്നും കൂടിയും റിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. correct. അതെ 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 ആ സമയത്ത് തന്നെ അവർ അതിനെ പിടിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ആ താക്കോല് അവർ അപ്പൊ തന്നെ എടുക്കുന്നുണ്ട് അതിനെ അതെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു അതെ സഹായത്തിന് ചോദിച്ചിരുന്നു എന്ന് അതെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ പേടി തന്നെ ഒരു പോസിറ്റീവ് സാധനമായിട്ടാണ് കാണുന്നത്. അതെ correct. അങ്ങനെ തന്നെ പെയറാണല്ലോ, ഇമോഷൻസും പെയറാണ്. അതേ അതെ. പോസിറ്റീവ് തന്നെയാണ് മഹാധൈര്യം, അതേ അഹങ്കാരം തന്നെയാണ് വിനയം എന്നുള്ളത്. ഇവര് ചോദിച്ച നോക്കിക്കാണുന്ന അത് ലെൻസ്. അത് തന്നെ അത് എനിക്കും ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട് സൈനബത്തക്ക്. ഇന്നത്തെ ക്ലാസ് എന്തായാലും എനിക്ക് വലിയൊരു ഉപകാരമാണ്. ഓക്കെ, സന്തോഷം. എന്നും നന്ദിയുണ്ട് ഈ നിങ്ങളെ എല്ലാരോടും, എന്നെ സഹായിച്ച ഓക്കെ, എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു ഇതില് തൃശ്ശൂർ സാഹിത്യ അക്കാദമി ആളിലൊക്കെ ഇതെന്ന് വെച്ചാൽ അതിലൊരു വലിയൊരു ഭാഗ്യം. അതിന്റെ പ്രത്യേകം നന്ദി ഇത് ഓക്കെ. എല്ലാരോടും ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ക്ലാസ്സും എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം, ഞാൻ ആ ആത്മവിശ്വാസത്തിലാണ് പിടിച്ചത്. അപ്പൊ ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു മോസ്റ്റ് സോ മച്ച്. എല്ലാവർക്കും പ്രത്യേകം ഓക്കെ, നന്ദി മോസ്റ്റ് അറിയിക്കാം. വെൽക്കം, മോസ്റ്റ് വെൽക്കം. പ്രാർത്ഥന. ഓക്കെ എന്നാ ഓക്കെ ശരി, ബൈ. ജസ്റ്റ് ബൈ, ഓക്കെ പോവാനായി. ഓക്കെ ഓക്കെ, സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. പ്രത്യേകം താങ്ക്സ് കേട്ടോ എല്ലാം എല്ലാവർക്കും. എല്ലാം ഉഷാറായിട്ട് വളരെ ഭംഗിയായിട്ട് നടക്കും. എല്ലാം അതന്നെ, പ്രാർത്ഥനയിലൊക്കെ ഉണ്ടാവണം. എന്റെ പ്രാർത്ഥനയുണ്ട് എല്ലാവർക്കും. തീർച്ചയായിട്ടും. ഓക്കെ, ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, മോസ്റ്റ് വെൽക്കം. അടുത്തത് ആരാണ്? നെക്സ്റ്റ് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലൈഹിസ്സലാം. വീഡിയോയിലേക്ക് വരി നബീല, വീഡിയോയിലേക്ക് വരി. എനിക്ക് ലാസ്റ്റാണ് ക്ലാസ് കിട്ടിയത് അറിയാം. ഇപ്പം ജസിക് സാർ പറഞ്ഞല്ലോ ഈ നിരീക്ഷണം പറഞ്ഞത്, അത് മെറ്റാത്തിങ് ആണോ ഉദ്ദേശിച്ചത്? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ എന്ത് ചെയ്യാം, മോർണിംഗ് ബൈബിൾ ഇരിക്കും. രാവിലെ തന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെതായ കാര്യങ്ങൾ ബോധ്യപ്പെടും കേട്ടോ. കൃത്യമായിട്ട് ഇന്നിപ്പോ ലാസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അടുത്ത തവണ നിങ്ങൾ നേരത്തെ വന്നിരിക്കും. അപ്പൊ അതില് ആ മോർണിംഗ് ബൈബിൾ എന്താണ് കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോക്കൊക്കെ പോകുന്നത്. ഓക്കെ ഓക്കെ. എന്നാൽ അടുത്തതാരാ? മുബീന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പെട്ടെന്ന് സംസാരിച്ചോളൂ. നമ്മളെ ടൈം ഓരോരുത്തരും പല തിരക്കുകൾ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം കൂടെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇന്നത്തെ unmute ചെയ്തോ? പോഡ്കാസ്റ്റിന്റെ ക്ലാസ് കേട്ടപ്പോ അയ്യോ, എന്റെ ഇന്നത്തെ പോഡ്കാസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് സംസാരിക്കേണ്ടത്. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ എന്റെ ഉള്ളിൽ നിന്ന് വന്നത്, ഞാൻ എന്നെ ഇതുവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. എന്നെ കൊണ്ടൊന്നും ആവില്ല, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല. ഞാൻ ഫുൾ നെഗറ്റീവ് ബിലീഫ്സ് ആണ് പുറത്തേക്ക് വന്നത്. അപ്പോ ഉടനെ തന്നെ പറഞ്ഞു അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ എനിക്ക് കഴിയുമെന്നുള്ളത് ബോധ്യപ്പെട്ടു അല്ലേ? കഴിയുമെന്നുള്ളൊരു വിശ്വാസം അതിനെ തരണം ചെയ്ത് പെട്ടെന്ന് പോസിറ്റീവാക്കി മാറ്റാൻ കഴിഞ്ഞു. അതിന് സാറിന്റെ ലാസ്റ്റ് മാസ്റ്ററിൽ ചെയ്ത പിന്നെ സെൽഫ് ലവിന്റെ എനർജിയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. അതിനെ ആ നെഗറ്റീവിനെ മറികടക്കാൻ എനിക്ക് ആ
എനർജി കൊണ്ട് കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഉള്ളെന്ന് പറഞ്ഞത്. അതിനാണ് NLP തത്വങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. NLP തത്വങ്ങൾ എന്നുള്ളത് ഇതൊരു ടൂളാണ്. ഒരു ഏതുപോലെ ഒരു നാവിഗേറ്റർ. അതായത് ഇപ്പൊ ഒരു കപ്പിത്താൻ എന്ത് ചെയ്യണോ, ഒരു 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 ദിശ കാണിച്ചു തരണമെങ്കിൽ ആ ദിശയിലൂടെ അല്ലേ യാത്ര ചെയ്യുക. ഇതേപോലെ നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണം. എന്നെ കൊള്ളാം എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അവസ്ഥ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥയെ നിങ്ങൾ മാറ്റുമ്പോൾ നിങ്ങൾ ആ രീതിയിലേക്ക് അങ്ങനെ യാത്ര തുടരാം. അപ്പൊ അകത്താണ് മാറ്റം വരുത്തേണ്ടത്, അകത്താണ് മാറ്റം സംഭവിക്കേണ്ടത്, പുറത്തല്ല. പുറത്തുള്ള സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അതിനെ ഭയപ്പെട്ടിട്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. ഓരോ നെഗറ്റീവ് വരുമ്പോഴും ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് എനിക്ക് എന്താണ് ഇതിലൂടെ പാഠമുള്ളത്. ഇന്നത്തെ സെഷന് ഞാൻ ആദ്യമേ പറഞ്ഞത് അതായിരുന്നു. ഒന്നും ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ഇരുന്നിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്നെയാണ് ഉള്ളിൽ സംഭവിക്കുക. അപ്പൊ മുബീൻ താന്റെ സംസാരത്തിൽ അത് ബോധ്യപ്പെടുകയാണ്. ശരി, എന്തായാലും വളരെ സന്തോഷം. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അകത്തുള്ള ഓരോ ഇമോഷൻസിനെയും മാറ്റിയിട്ട് ജീവിതം ആസ്വദിക്കാം. അതിനാണ് NLP ആകുന്ന ഈ ടൂള്, NLP പ്രിൻസിപ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ആ താക്കോൽ ഉപയോഗിച്ച് തുറന്നു പോവാ ഓരോ ശശി സാർ പറഞ്ഞ പോലെ ഓരോ പൂട്ടും തുറക്കുക, ഡോർ തുറക്കുക, അടുത്ത പൂട്ട് തുറക്കുക, ഡോർ തുറക്കുക, അങ്ങനെ തുറന്ന് മുന്നോട്ട് പോവുക. ഇപ്പൊ പുറത്ത് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ ആന്തരികതയിൽ മാറ്റം വരുത്തുമ്പോ നമുക്ക് അതിനെ പോസിറ്റീവായിട്ട്, ആ അവസ്ഥയെ പോസിറ്റീവായിട്ട് കാണാനും ആ പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ചെറുതിൽ ഒരുപാട് കിട്ടിയ എന്താ പറയാ, സാറ് പറയും പോലെ ഇരകളുടെ ഇര എന്ന് പറയും പോലെ പാരന്റ്സിൽ നിന്ന് കിട്ടിയ നെഗറ്റീവ്സ്, അതായത് അവരറിവില്ലായ്മ കൊണ്ട് എന്നെ ഒന്നിനും കൊള്ളൂല, എന്നെ കൊണ്ട് ഒന്നിനും കഴിയൂല എന്നുള്ള ബിലീഫ്സ് എൻ്റെ ഉള്ളില് നല്ലോണം ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കാരണം ഒന്നാമത്തെ കാരണം വെച്ചാൽ ഞാൻ വീട്ടിൽ ചെറിയ കുട്ടിയായതുകൊണ്ട് മൂത്ത വരെ കമ്പയർ ചെയ്തിട്ടായിരുന്നു ഫുള്ള് പോയിരുന്നത്. അയ്യൊരു ഉള്ളിൽ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്, അയ്യൊരു അവസ്ഥയെ മറികടന്ന് പോവാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള വിശ്വാസവും നിങ്ങളുടെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ധാരണ, ആ ധാരണയൊക്കെ ഇങ്ങനെ മാറ്റി പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ കൊള്ളാം, ഐ ആം വർത്തി അല്ലെ, ആ രീതിയിലേക്കാണ് നിങ്ങൾ വരിക. സെൽഫിൽ നിന്നാണ് സെൽഫ് വർത്തിനെസ്സും സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഒക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാഹ്യ സാഹചര്യങ്ങളിൽ ഭയങ്കര മാറ്റങ്ങൾ കാണാം. എന്തായാലും ആദ്യത്തേനേക്കാളും ഒരുപാട് കോൺഫിഡൻസും പിന്നെ ഉള്ളിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉള്ളിൽ സംഭവിക്കാൻ തുടങ്ങി. ഏതായാലും വളരെ സന്തോഷം. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. യെസ്, ഗുഡ് മോർണിംഗ്. ഞാൻ 2 തവണയായി ശ്രമിക്കുന്നു സംസാരിക്കാൻ വേണ്ടി. ഹാദിയാണ്. ഓക്കെ. ഇന്നലെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പൊതുവെ നമ്മൾ നെഗറ്റീവ് സാഹചര്യം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചൂടാവുക, ദേഷ്യം പിടിക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ശരിക്കും എൻ്റെ ഉള്ളിലും കൂടി പ്രശ്നമുണ്ട്, ഞാൻ തെറാപ്പി ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ലെവലിലേക്ക് ഞാൻ ചിന്തിക്കാറുള്ളത് ആ സമയത്താണ്. ട്രെയിനിന് വരുന്ന എത്തിക്കലായിട്ട് ഒരു പ്രശ്നം നടന്നു. അതായത് പിന്നെ പ്രശ്നം എന്താന്നല്ല ഞാൻ പറയുന്നില്ല, റിലീജിയസ് കൾച്ചർ റിലേറ്റഡ് പ്രശ്നം. അതായത് ദേഷ്യം പിടിക്കുക, ചൂടാവുക, അങ്ങനത്തെ സംഭവം ഒന്നല്ല. ട്രെയിനിൽ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ദീപാവലി ലീവാണ്. അപ്പൊ മറ്റേയാള് തന്നെ പ്രശ്നം എന്നുള്ള ലെവലിലാണ് ഞാൻ ഇന്ന് വരെ ഉണ്ടായത്, ഇന്ന് രാവിലെ വരെ ഉണ്ടായത്. അപ്പൊ എന്റെ മനസ്സിൽ നിന്ന് ഇരിക്കുമ്പോ തന്നെ പറയുന്നുണ്ട്, നിനക്ക് വേണ്ട എന്തോ ആണ് ഇന്നത്തെ മോർണിംഗ് വൈബിൽ നിന്ന് കിട്ടാന്നുള്ളത്. അപ്പൊ ഇന്നിങ്ങനെ ഓരോരാളെ ഇതും പിന്നെ ആ പോഡ്കാസ്റ്റും കേട്ടപ്പോ ബോധ്യപ്പെട്ട് അതിലും
എന്റെ ഉള്ളിൽ നിന്ന് മാറേണ്ട എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതായത് 2 പെർസ്പെക്റ്റീവ് ആണെന്നുള്ള ബോധ്യപ്പെട്ടു. എന്റെ പെർസ്പെക്റ്റീവ് നിൽക്കുമ്പോൾ ഞാൻ തെറാപ്പി ചെയ്ത് കളയേണ്ടതുണ്ട്. മറ്റേ എൻഡിൽ നിൽക്കുന്ന അയാളെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അയാളും തെറാപ്പി ചെയ്ത് കളയേണ്ടതുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? അയാളെ മാത്രം നോക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇന്നലത്തെ ആ സംഭവത്തിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ജസിക് സാർ പറഞ്ഞല്ലോ, അതായത് ഏതൊരുത്ത ചോദിച്ചു അഹങ്കാരം വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, പോസിറ്റീവ് വന്ന സമയത്ത് അഹങ്കാരം വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞ ഒരു ഉദാഹരണം, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതോടുകൂടി എത്താനാതെ കാസർഗോഡ് അകന്നകന്ന് പോയെന്ന്. പിന്നെ നമ്മൾ ഭയക്കേണ്ടതില്ലല്ലോ. പോസിറ്റീവിലേക്ക് ആത്യന്തികമായ ഫോക്കസിങ് പോസിറ്റീവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോ നെഗറ്റീവ് അകലും എന്നുള്ളത് അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാന്നുള്ളതും ബോധ്യപ്പെട്ടു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആദ്യം പറഞ്ഞതുപോലെ, അതായത് ഇന്നലെ നടന്ന ഒരു സംഭവം, ആ സംഭവത്തിൽ സത്യത്തിൽ ഓരോ വ്യക്തികളും ഒരു കണ്ണാടിയാണ്. ഞാൻ എന്താണോ എന്റെ റിഫ്ലക്ഷൻ ആണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഓരോ ബിഹേവിയറും. ട്രെയിനിലൊക്കെ സാറിന്റെ ക്ലാസ്സിൽ തന്നെ കയറുമ്പോൾ നമ്മൾ പലതവണ കേട്ടതാണ്, ട്രെയിനിലൊക്കെ കയറുമ്പോൾ എന്ത് ചെയ്യാ, ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യാം. അപ്പൊ എന്താ സംഭവം? അയാള് ഒന്നും പറയുന്നില്ല നമ്മളോട്, പക്ഷെ ഓരോ ആൾക്കാരെ കാണുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? അയാളെ ഉള്ളിൽ നിന്ന് എന്താണോ അയാളിൽ കാണുക, അത് എന്റെ അവസ്ഥയാണത്. എന്റെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് അയാളിൽ നമ്മൾ കാണുക. ഇന്നലെ പറഞ്ഞ ആ ഒരു വിഷയത്തിൽ, ഇപ്പൊ ഹാദി പറഞ്ഞ ആ വിഷയത്തിൽ പോലും ഹാദിക്ക് ഇന്ന് തിരിച്ചറിവാണ് സംഭവിക്കുന്നത്. അയാളല്ല പ്രശ്നം, എന്റെ അകത്ത് ഞാനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇനി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്തു? നിങ്ങൾ സ്വയം എന്റെ അടുത്ത് തന്നെയാണ് തെറ്റ്, ഞാൻ തന്നെയാണ് തെറ്റുകാരൻ എന്നുള്ളത് സ്വയം അംഗീകരിക്കുമ്പോ പിന്നെന്താ സംഭവിക്കുന്നത്? ഒരു ജഡ്ജ്മെന്റ് അവിടെ സംഭവിക്കുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ വിധിക്കുന്നതിനെ അനുകമ്പ കൊണ്ട് മറികടക്കുക, അല്ലെ? ഓവർകം ജഡ്ജ്മെന്റ് വിത്ത് കമ്പാഷൻ. കമ്പാഷനേറ്റീവ് മൈൻഡോട് കൂടിയിട്ട് അയാളെ കാണുമ്പോൾ പിന്നെന്താ സംഭവിക്കുക? അയാളുടെ അറിവില്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് ഇന്നർ മാപ്പ് മാറുമ്പോ തന്നെ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഉള്ളിലുള്ള മാപ്പ് മാറേണ്ടത്. വൈകാരിക തലത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും അതിനെ നിങ്ങൾ മാറ്റുന്നു. നിങ്ങൾക്ക് ഈ വൈകാരിക തലത്തെ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള നിങ്ങൾക്കകത്തുള്ള ഒരുപാട് ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആ ബിലീഫുകളൊക്കെ മാറിപ്പോവാണ്. അതോടൊപ്പം നിങ്ങളുടെ ചിന്താതലത്തിൽ എന്ത് ചെയ്യണം? അയാളെ ജഡ്ജ് ചെയ്യുന്നില്ല. ഒരു കമ്പാഷനേറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ പിന്നെ നോക്കി കാണാൻ പറ്റിയത്. അദ്ദേഹത്തോട് പിന്നെ വല്ലാത്തൊരു സ്നേഹം ഫീൽ ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ജസീറത്ത സംസാരിച്ചോളൂ. വളരെ സന്തോഷം ഹാദി. വലൈക്കും അസ്സലാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് തുടങ്ങാൻ. പറഞ്ഞോളൂ. എന്താ പറയാ, ഇപ്പൊ ഞാൻ നല്ലൊരു എല്ലാ ഇമോഷനും വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. ഫസ്റ്റ് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നല്ല തെറാപ്പി എല്ലാം ഇങ്ങനെ നടന്ന് പിന്നെ വീണ്ടും ഇപ്പൊ നല്ല എല്ലാ പറഞ്ഞ പേടി, പ്രതിരോധം, എന്റെ ഇപ്പം നടക്കുന്ന വിഷയത്തിൽ ആ വ്യക്തിയോടുള്ള എന്റെ ജഡ്ജ്മെന്റ്, എല്ലാ സംഭവവും, പിന്നെ എന്റെ ലൈഫിന്റെ അനിശ്ചിതത്വം, എല്ലാ സംഭവവും ഒരുപോലെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിലായിപ്പോ ഉള്ളത്. 4 ചാവി എനിക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ. എന്റെ ഈ വിഷയത്തിൽ ഇപ്പൊ അനുഭവിക്കുന്ന ഈ വിഷയത്തിൽ 4 സാധനങ്ങൾ അങ്ങ് പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഞാൻ എടുക്കാന്ന് പറഞ്ഞാൽ അത് പേടിയ ആ ചാവി തന്നെയായിരിക്കും ഫസ്റ്റ് എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ഒരു എനിക്ക് ഇതുവരെ എന്റെ NLP ഇതില് എനിക്ക് ഇതുവരെ ടൈം ലൈൻ ചെയ്യുന്ന സമയത്ത് പോലും എല്ലാരും ഇങ്ങനെ അമ്മന്റെ പ്രഗ്നൻസിന്റെ ടൈമില് ഒക്കെ ഉണ്ടായിരുന്നെല്ലാം അങ്ങനെല്ലാം അനുഭവിച്ചത് ഞാൻ കണ്ടിന്. പക്ഷെ എനിക്ക് അതൊന്നും തോന്നില്ല. ഞാൻ എന്റെ
പാരന്റെല്ലാം നല്ലതായി അങ്ങനെ തന്നെ ഉണ്ടായത്. ഞാൻ പക്ഷെ ഇന്ന് എനിക്ക് ആ പേടിന്റെ റൂട്ട് മദറിന്റെ പ്രഗ്നൻസിയിലുള്ള എന്തോ ഒന്നാണെന്ന് വളരെ വ്യക്തമായിട്ട് എന്താണെന്നുള്ളല്ല ഒന്നാണെന്നുള്ള ഒരു ഇത് എനിക്ക് ഈ ക്ലാസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് ബ്ലിങ്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ അതെന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളിന്റെ നമ്മളെ പുറത്ത് നിൽക്കുന്ന ഈ സംഭവം നമ്മളെ കണ്ണാടിയാണ് എന്നുള്ളതും, അപ്പോ ഈ 4 താക്കോല് കൊണ്ട് ആ ഉള്ളിലുള്ള പേടി, പ്രതിരോധം, ജഡ്ജ്മെന്റ്, അനിശ്ചിതത്വം, ഈ സാധനങ്ങളെല്ലാം ഉള്ള താക്കോല് കിട്ടിക്കഴിഞ്ഞു അത് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ഇത് തന്നെയാണ് ജസ്റത്തപ്പ പറഞ്ഞതുപോലെ ഫിയർ വിത്ത് ക്ലാരിറ്റി. എങ്ങനെ ഫിയറിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം? ക്ലാരിറ്റിയെ കൊണ്ടാണ് മറികടക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കൊരു വ്യക്തമായ ക്ലാരിറ്റി വന്നു. എൻ്റെ ആ ഒരു ഗർഭാവസ്ഥയിലാണ് എന്ത് ചെയ്തത്, എന്നെ ഗർഭം ചുമക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് ഇത് സംഭവിച്ചത് എന്നുള്ളത് ബോധ്യപ്പെടുമ്പോ തന്നെ എന്താണ് സംഭവിക്കുന്നത്? കുറെ ഫിയർ അവിടെ റിമൂവ് ആയി പോവാണ്. ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, ഉള്ളിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? ഫിയർ റിമൂവ് ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക്. ഇതാണ് ഈ ഒരു ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നത്. ജഡ്ജ്മെന്റിനെ എങ്ങനെ നേരിടാനാണ് പറഞ്ഞത്? കമ്പാഷനേറ്റീവ് മൈൻഡോട് കൂടിയിട്ട്. അതോടൊപ്പം അനിശ്ചിതത്വത്തെ അല്ലേ, പർപ്പസിനെ കൊണ്ട്. എന്താണ് ഒരു അനിശ്ചിതത്വം മുമ്പിൽ വരുമ്പോ, ഒരു സാഹചര്യം വരികയാണ്, വല്ലാത്തൊരു എന്താ പറയാ, അനിശ്ചിതത്വത്തിന്റെ ഒരു അവസ്ഥയല്ലേ ഉള്ളത്. എന്താവും ആങ്സൈറ്റിയാണ് പൊതുവെ സംഭവിക്കുക. അതിനെന്ത് ചെയ്യുക? ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അതിന്റെ പർപ്പസ് എന്താണ്, എന്തായിരിക്കും ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ടാസ്ക് മുമ്പിൽ വന്നു, വല്ലാത്തൊരു അനിശ്ചിതത്വമല്ല അവിടെ സംഭവിക്കുക. പർപ്പസ് എന്താണ്, എന്തായിരിക്കും എനിക്ക് ഇതിനെ കൊണ്ടുള്ള ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അനിശ്ചിതത്വം നീങ്ങുന്നു, ലക്ഷ്യത്തിലേക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് അടുക്കാൻ പറ്റും. അങ്ങനെ 4 കാര്യമാണ്. മറ്റൊരു കാര്യം എന്താ പറഞ്ഞത്? മീറ്റ് റെസിസ്റ്റൻസ് വിത്ത് ക്യൂരിയോസിറ്റി. പ്രതിരോധത്തെ ജിജ്ഞാസ കൊണ്ട് നേരിടുക. അപ്പൊ ജസീറത്ത വളരെ കറക്റ്റ് ആണ്. അവർക്ക് എവിടെ നിന്നാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പേടി വരുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ തന്നെ ഫിയർ അങ്ങനെ റിമൂവ് ആയി പോവുകയാണ് ചെയ്യുക. ഓക്കെ, വളരെ സന്തോഷം ഷെയർ ചെയ്തതിൽ. അടുത്തതായിട്ട് ആരാണ്? ഷഹീർ. ഷഹീർ സർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ, സംസാരിച്ചോളൂ. ഷഹീർ സർ സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാമോ? കേൾക്കായിട്ടാണോ? ഇല്ല, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഓക്കെ. സർ എന്താണ് അവിടെ? മൈക്ക് ഓൺ ആണല്ലോ. എന്ത് പറ്റി? എന്നാ പിന്നെ അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യാം. ഷേർ സർ ഒന്ന് ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. മനാഫ് സർ അങ്ങനെയാണെങ്കിൽ സംസാരിക്കാം. സൗദാവിത്ത നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൗദാവിത്ത അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. എന്നിട്ട് മനാഫ് സാറിലേക്ക് വരാം അല്ലേ? മനാഫ് സർ, സൗദാവിത്ത അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ട്. അതായത് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് കേട്ടപ്പോ
എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് ഉണ്ടായത്. വാവ്. കാരണം അതിലെ 2 കാര്യങ്ങൾ, 2 വാചകങ്ങളാണ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ. ഒന്ന് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളുടെ ഡിസൈനറാണ് നിങ്ങള്. കറക്റ്റ്. അപ്പൊ സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് പോസിറ്റീവ് എന്നിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എപ്പോഴും. പക്ഷെ ഈ ഡിസൈനർ എന്ന് പറഞ്ഞപ്പോ ഇന്ന് ആധുനിക ലോകത്തെ ഏറ്റവും ഡിസൈനുകളാണ്, ഒരു ഡിസൈൻ ബൂം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മളെ ചിന്തകളും നമുക്ക് ഇത്രയും ഡിസൈൻ ചെയ്യാം, അത്രയും നമുക്ക് എത്ര കണ്ട് അതിനെ നന്നാക്കാം എന്നുള്ളതാണല്ലോ അത് അതെ കറക്റ്റ്. എല്ലാ അതന്നെ. അർത്ഥത്തിലും. യെസ്. ഒരു ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അതെ എന്ത് ഒരു ഭംഗിയുള്ള ഡ്രസ് ഉണ്ടാക്കണം. ആവിഷ്കാരം. അതെ ഉം, അതെ ഉം. കറക്റ്റ്. അതെ അതെ അതെ. അപ്പോ അത് എനിക്ക് അതിലൂടെ നിങ്ങളുടെ വികാരങ്ങളുടെ ശില്പിയായി മാറാം. ഒരു ശില്പിയും നമുക്കാകാം ആന്തരിക ലോകത്ത്. അയ്യോ വെരി ഗുഡ്. ബാഹ്യ ലോകത്ത് ഇപ്പൊന്ന് വെച്ചാല് ഡിസൈനർമാർ കിച്ചണിലെല്ലാം നിത്യോപയോഗ സാധനങ്ങൾ വരെ എങ്ങനെ ഒരു ഡിസൈനർ പീസാക്കാം എന്ന് വേണ്ടിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ കറക്റ്റ്. അപ്പൊ വെരി ഈ ഗുഡ്. നമ്മളുടെ ആന്തരിക ലോകം വിശാലമായ ലോകാണ്. യെസ് അവിടെയും യെസ്. നമ്മൾക്ക് ശില്പിയും ആവാം, ഡിസൈനറും ആവാം. അതെ അതെ. അങ്ങനെ നമ്മളുടെ ജീവിതം നമുക്ക് എത്രയോ ഉയരത്തിലേക്ക് യെസ് നമുക്ക് വളരെ പോകാം. കറക്റ്റ്. അത് യെസ് ഒരു യെസ് ഭയങ്കര വെറും ഒരു താക്കോലല്ല, യെസ്. അതെ ഏതോ ഒരു എന്ത് പറയാ, ഈ ഭൂമിയിൽ ഒരു പാരഡൈസിന്റെ താക്കോൽ തന്നെയാണ്. യെസ് വെരി ഗുഡ്. അതെ. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വാവ് വെരി ഗുഡ്. വല്ലാത്ത ഉൾക്കാഴ്ചയാണ് സൗദത്ത. വല്ലാത്തൊരു താങ്ക് യു ഉൾക്കാഴ്ച. താങ്ക് യു. ഓക്കെ മോസ്റ്റ് വെൽക്കം. വല്ലാത്തൊരു ഉൾക്കാഴ്ചയാണ് കേട്ടോ. കാരണം ചിന്തയുടെ ഡിസൈനർ ആവാന്നൊക്കെ പറയുമ്പോ അവരുടെ ആ വാക്കിൽ നിന്നുള്ള ഒരു ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സിബായി, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ കണക്ട് ചെയ്ത് തന്നെ പറഞ്ഞോളൂ. നിങ്ങളുടെ ക്യൂരിയോസിറ്റിയെ ഒബ്സർവ് നിരീക്ഷിക്കുക. അതായത് സോറി, അൺസർട്ടനിറ്റിയെ ക്യൂരിയോസിറ്റിയോടുകൂടി നിരീക്ഷിക്കുക. അതെ 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 അതെ. വേർഡിൽ നിന്ന് സൗദത്ത പറഞ്ഞ ആ ചിന്തകളുടെ പാറ്റേൺ മാറ്റിയിട്ട് അതിന്റെ ശില്പി ഉണ്ടല്ലോ, ഇമോഷനിൽ എടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഇന്ന് എഴുന്നേറ്റത് മുതൽ ഇതുവരെ ശരിക്കും ശില്പം കൊത്തുകയായിരുന്നു. വല്ലാത്തൊരു ഒരു സംഭവമാണ് ഇന്ന് സംഭവിച്ചത്. രാവിലെ എഴുന്നേറ്റപ്പോ ഉണ്ടായ മുതലുള്ള ഇൻസിഡന്റ് ഞാൻ പറയാം. സത്യത്തിൽ ജസ്റ്റ് രാവിലെ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിലേക്ക് വരണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു. അപ്പൊ ഒരു പൈസ സാമ്പത്തിക ആവശ്യമുണ്ട്, അപ്പൊ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി. ഞാൻ ബാത്റൂം തന്നെ പോകുമ്പോ ക്ലാസ്സിൽ വരുമ്പോൾ ഫുൾ ഫ്രീ ആയിട്ടിരിക്കണം, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം ഫുൾ 100% ക്ലിയർ ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ബാത്റൂം പോകുമ്പോൾ വൈഫോട് ഞാൻ പൈസ ഒക്കെ പേയ്മെന്റ് ചെയ്ത് പോരുകയാണ്. തിരിച്ചു വരുന്നേ അപ്പൊ എന്നോട് പറഞ്ഞ ഒരു പൈസയും കൂടി ആവശ്യമുണ്ട്, പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഓൺ ദ സ്പോട്ട് എന്റെ ഉള്ളില് ചെറിയൊരു ഇമോഷൻ, അതായത് കാര്യങ്ങൾ മുൻകൂട്ടി പറയണം എന്നുള്ള ഒരു ബിലീഫ് എന്റെ ഉള്ളിലുണ്ട്. കാരണം ഫാദറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ശരിക്കും, പഴയ ബിലീഫ്. അപ്പൊക്ക് എന്ത് എമർജൻസി ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് മുൻകൂട്ടി പറയട്ടെ എന്ന് പറയും. മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് വാപ്പയുടെ ഓരോ കാര്യങ്ങളും പോവാം. അപ്പൊ ഈ ബിലീഫുമായിട്ട് ബന്ധപ്പെട്ട് ആ മുൻകൂട്ടി പറഞ്ഞു കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, പിന്നീട് പറയാണ്. വൈഫിനോട് എപ്പോ പറയും ഒരു കാര്യം എന്ത് പറഞ്ഞാലും ചെയ്യും. അപ്പൊ ഇടയിൽ ഒരു കാര്യം പറയുമ്പോ അത് ഭയങ്കര പെട്ടെന്ന്, അതായത് ഒരു കാര്യത്തെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വേറൊരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റില്ല, അതിങ്ങനെ ഒബ്സർവ് ചെയ്ത് പോരുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചു പറഞ്ഞാൽ എന്റെ ഉള്ളിൽ നിന്ന് ഒരു മൈന്യൂട്ട് ദേഷ്യം, വളരെ കുറവാണ്, അങ്ങോട്ടേക്ക് പോയി വൈഫിന്റെ മുഖമൊക്കെ ആകെ മാറുന്നത് ഞാൻ കാണുന്നുണ്ട്, മുഖമൊക്കെ മാറുന്നുണ്ട്, സിറ്റുവേഷൻ മാറുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും അതിലേക്ക് ഒബ്സർവ് ചെയ്തു എന്നിൽ നിന്ന് എന്താ പോയത്, ദേഷ്യാണ് അവരിലേക്ക് പോയി തട്ടി, അതിങ്ങനെ ഞാൻ ഇങ്ങനെ നിന്ന് ഒബ്സർവ് ചെയ്തു. ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോഴും ക്ലാസ് ഞാനിങ്ങനെ കേൾക്കുന്നത് ഈ ഒബ്സർവേഷനിലായിരുന്നു ഫുള്ള്. തെറ്റ്, അവരുടെ വികാരത്തെ ഉണർത്തിയത് ഞാനാണ് ശരിക്കും തിരിച്ചറിഞ്ഞു. അപ്പൊ അതിന് ഞാൻ പോയി. അപ്പൊ എന്ത് ചെയ്തു, ആ തെറ്റ് തിരിച്ചറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്ത് അവരെ പോയിട്ട് ഹഗ് ചെയ്യണം ശരിക്കും. അത് പറ്റുന്നില്ല, പറ്റുന്നില്ല, എന്തോ ഒരു ചെറിയൊരു ഈഗോ.
ഒരുവിധ അതും നീങ്ങി ഫുൾ ഹക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ക്ലാസ്സിലേക്ക് വന്നിരുന്നു. ക്ലാസ്സിലേക്ക് വന്നിരുന്ന് ഈ സാധനം തന്നെയാണെന്ന് പറയുന്ന ചിന്തയും കാര്യങ്ങളും അതും ഇതും ബന്ധപ്പെട്ട് ഓരോന്നും ഇതുവരെ എക്സ്ക്യൂസ് ചെയ്തെടുക്കുക, ബേസ്റ്റ് ഒക്കെ എക്സ്ക്യൂസ് ചെയ്ത് ക്ലിയർ ചെയ്ത് അപ്പോഴാണ് ഉമ്മയുടെ ഭാഗത്തുനിന്ന് സാധിച്ചത് ഫിയറിന്റെ അടിത്തട്ട്. ഉമ്മക്ക് ഉമ്മാമയിൽ നിന്നുള്ള ഫിയർ വരെ കണക്ട് ചെയ്ത് പോകാൻ കഴിഞ്ഞു. ശരി, ഇവിടം വരെ എന്നിൽ നിന്ന് കണക്ട് ചെയ്ത് എന്റെ ഫിയറിലൂടെ കണക്ട് ചെയ്ത് എല്ലാം അടിത്തട്ട് ഫിയർ ആണല്ലോ. ശരിക്കും ഒരു കാര്യങ്ങള് എല്ലാത്തിന്റെയും ബേസ് ഇമോഷൻ ഫിയർ ആണ്. അപ്പൊ അടിത്തട്ടില് ആ ഉമ്മയിലൂടെ കണക്ട് ചെയ്ത് അങ്ങ് ഉമ്മയിലേക്ക് വരെ പോയപ്പോ ഒരുപാട് സാധനങ്ങൾ പോയി. അപ്പോഴാണ് പെങ്ങള് പറയുന്നത് പിന്നെ ഈ സാധനങ്ങളൊക്കെ അതായത് ഉപ്പയിൽ ഉമ്മയിൽ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങൾ. അപ്പൊ ഞാൻ നേരെ അവിടെ ശ്രദ്ധിച്ചു, സത്യത്തിൽ ഇത് അവരെ തലയിൽ കൊണ്ടിടുന്നുണ്ടോ? 100% റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ ഏറ്റെടുത്തോ? അപ്പോഴാണ് അവരും അവരെ തലയിലേക്ക് ഒരു മൈന്യൂട്ട് കൊണ്ടിടുന്നുണ്ട് എന്നുള്ള കാണുന്നത്. എല്ലാത്തൊരു വെയിക്കണി ചെയ്ത അപ്പോഴാണ് ഞാൻ ആ കസലിൽ നിന്ന് ശരിക്കും പൊന്തിയത്. കാരണം അതൊരു എന്താ പറയാ മൈന്യൂട്ട് ലെവലിലാണ് കാര്യങ്ങൾ ഉള്ളതെന്നും ആ ഒബ്സർവേഷൻ ആ ക്യൂരിയോസിറ്റിയോടുകൂടെ ഓരോന്നിനെയും ഒബ്സർവ് ചെയ്യാൻ കിട്ടുന്ന വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഒന്നും പറയാനില്ല. എന്തായാലും വല്ലാത്തൊരു സന്തോഷം. ക്യൂരിയോസിറ്റിയാണ്. കാരണം ആ ക്യൂരിയോസിറ്റി സംഭവിച്ചപ്പോ എന്തോ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. ആ ക്യൂരിയോസിറ്റിയോട് ഒരു ചിന്തയോ കാര്യങ്ങളോ അല്ല, കഴിഞ്ഞതിൽ ചിത്രം വരച്ചതാണ്, മാപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇന്നീ ക്ലാസ്സിൽ ഇരിക്കും 100% മാപ്പ് എന്താണോ ഇതിലുള്ളത് അത് എന്നിട്ട് സംഭവിക്കട്ടെ എന്നുള്ള ആ ഒരു ഇന്റൻഷനോടുകൂടി 100% കാര്യം ഒരു സാധനം വരക്കാതിരുന്നപ്പോ ഫുൾ ഇങ്ങനെ തോട്ട്സിലൂടെ ഡിസൈൻ ചെയ്ത് ഇമോഷനിൽ ഇങ്ങനെ കൊത്തിയെടുത്ത് ഇനിയും പറയുന്നു, അടിയില് എവിടെയോ കാലിന്റെ അടുത്താറ്റോ എന്തോ കുറച്ചുകൂടി കൊത്താനുണ്ട്. കൊത്തിക്കോളൂ. ഇന്ന് ഫുള്ള് കൊത്തൽ തന്നെയാണ്. നീ ഇന്നത്തെ മോർണിംഗ് വൈബ് മുതല് കൊത്ത് തന്നെ. രാവിലെ തന്നു മൊയ്നുസാറ് നമുക്ക് തന്നിരിക്കുകയാണ്. ആവിയല്ല, നല്ല ഒളിയും മുട്ടിയും. ഇപ്പൊ ആദ്യം മുട്ടി ഒളിയാണ്, ഇപ്പൊ ചെറിയ ഒളി ചിപ്പി ഇങ്ങനെ ചിപ്പി ചെയ്തെടുക്കൂലേ. ജീവിക്കുന്ന താക്കോലുകൾ അല്ലെ ഒരുപാട് തന്നു കഴിഞ്ഞു. വളരെ സന്തോഷം. സൗദാമിത്ത നേരത്തെ പറഞ്ഞതിന്റെ ആ ശില്പിയാകുന്നതിന്റെയും അതേപോലെ ചിന്തയെ ഡിസൈൻ ചെയ്യുന്നതിന്റെയും എന്താ പറയാ ലൈവ് എക്സാമ്പിൾ ആണ് സത്യത്തിൽ മനാഫ്ക ഇപ്പൊ സംസാരിച്ചത്. ഇന്ന് തന്നെ എന്ത് ചെയ്യാണ്, രാവിലെ മുതൽ മൂപ്പര് ആ ഡിസൈനിങ്ങിലാണ്. അതേപോലെ തന്നെ ഇമോഷൻസിന്റെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിന്റെ ശില്പിയായിട്ട് മാറുകയാണ്. അതോടൊപ്പം പിന്നെ എന്താ സംഭവിക്കുന്നത്, ജീവിതത്തിന്റെ ആ ഒരു കഥ സംവിധായകൻ സംവിധാനം നടത്തുന്നത് പോലെ, നിർമ്മാതാവ് ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് പോലെ നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. അതാണ് സംഭവിക്കുമ്പോൾ പിന്നെന്താ സംഭവിക്കുന്നത്, ബാക്കി ലോകത്ത് പിന്നെ വൈഫിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ഇനി ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും എന്താ സംഭവിക്കുക, നേരത്തെ ഇനിയിപ്പോ ഒരാൾ പറഞ്ഞിട്ടില്ല, അയാളെ പോലും ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ കമ്പാഷനേറ്റീവ് മൈൻഡോട് കൂടിയിട്ട് കാണാൻ പറ്റുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ആന്തരിക ലോകത്ത് മാറ്റം സംഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ബാക്കി ലോകം മാറ്റുന്നേ ഇല്ല, അവരങ്ങനെ തന്നെ പഴയ ആൾ തന്നെയാണ്, അവർക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഉള്ളിൽ മാറുമ്പോ പിന്നെ എന്താ സംഭവിക്കുന്നത്, അതേ വ്യക്തിനോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കാരുണ്യത്തോട് കൂടിയിട്ട് പിന്നെ ബന്ധം എന്താ സംഭവിക്കുക, വളരെ നല്ല ബന്ധത്തിലേക്കല്ലേ ചെയ്യാ. അയാള് ശരിയാവണം എന്നുള്ളതല്ലല്ലോ പിന്നെ അവിടെ സംഭവിക്കുന്നത്. എന്റെ അകത്ത് ഇനിയും കുറവുണ്ടോ, എന്റെ അകത്ത് ഇനിയും ഇമോഷൻസിനെ ആ ഒരു പിന്നെ ശില്പം ഉണ്ടാക്കുന്നത് പോലെ കടഞ്ഞെടുക്കേണ്ടതുണ്ടോ, ഇനിയും മാറ്റം സംഭവിക്കേണ്ടതുണ്ടോ എന്നുള്ളതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. NLP അങ്ങനെ തന്നെയല്ലേ നമ്മൾ ക്ലാസ്സിൽ, മൊയ്നുസാറെ ക്ലാസ്സിൽ പോലും നമ്മൾ കേൾക്കാറുള്ള എന്താ, ഫസ്റ്റ് NLP മൊത്തത്തിലേ ചെയ്യുന്നത് അതാണ്, ഞാനും തമ്മിലുള്ള ബന്ധം.
മറ്റുള്ളവരായിട്ടുള്ള ഒരു ബന്ധവും ശരിയാക്കുന്നില്ല. ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെ ശരിയാക്കി ജീവിതകാലം മുഴുവനും തന്നെയല്ലേ സംഭവിക്കുന്നത്. ഞാനും തമ്മിലുള്ള ബന്ധം അതങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അതിന് ഓരോ പൂട്ടുകൾ ഇങ്ങനെ നമ്മൾ കാണും. ഓരോ ഡോറ് തുറന്നു പോകുമ്പോൾ കാണാം അടുത്ത ഡോർ ഇങ്ങനെ കാണാം പൂട്ടിയിട്ടിട്ടുള്ള. അപ്പൊ എന്ത് ചെയ്യുന്നു? അടുത്ത ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് അടുത്ത ചാവി എടുക്കുക, തുറക്കുക. അങ്ങനെ കുറെ യാത്ര ചെയ്യുമ്പോൾ കാണാം വീണ്ടും വേറൊരു ഡോർ, ഭയത്തിന്റെ ഡോർ. അവിടുന്ന് വീണ്ടും തുറക്കുന്നു. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാണാം ആ കൂടെ ചിലപ്പോ നേരത്തെ സൈനബിത്ത പറഞ്ഞ പോലെ അഹങ്കാരത്തിന്റെ ഡോർ അവിടെ കാണാം. അതും തുറക്കന്നെ. ഇങ്ങനെ തുറന്ന് പോകാനുള്ള മഹാചാവി, വലിയ ചാവിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഓരോ ചാവികളും, ഓരോ തത്വങ്ങളും ഓരോ ചാവികളാണ്. ചാവികൾ തുറന്ന് അങ്ങനെ പോവാ. ഒരുപാട് പൂട്ടുകൾ തുറന്നു, ഒരുപാട് ഡോറുകൾ തുറന്നു. ഇനിയും നേരത്തെ ബീനത്ത പറഞ്ഞതുപോലെ തുറക്കാനുള്ള ഡോറുകൾ ഉണ്ടെങ്കിൽ തുറക്കല്ലേ. അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, പേടിച്ച് നിൽക്കല്ല വേണ്ടത്. ഡോർ വേഗം തുറക്കുക. മനാഫിനെ കണ്ടപ്പോ ഒരു അനുഭവം പറയട്ടെ. പറഞ്ഞോളൂ. ഞാന് ബാക്ക് പെയിൻ ആയിട്ട് കുറച്ച് ദിവസം നല്ല മുടക്കത്തിലായി. അപ്പൊ മനാഫ് എനിക്കൊരു ഗൂഗിൾ ഒരു സെർച്ച് ഇട്ടെന്ന്. അപ്പൊ ബാക്ക് പെയിന്റെ സൈക്കോളജി കാണിച്ചിട്ട് അപ്പൊ അതിലുള്ളത് ലാക്ക് ഓഫ് സപ്പോർട്ട്, ഇൻസെക്യൂരിറ്റി, അങ്ങനെ 2 വിഷയം. അത് അപ്പൊ തന്നെ എനിക്ക് ക്ലിക്കായി. എനിക്ക് ഇപ്പൊ സംഭവിച്ചൊരു സാധനമാണ് അത്. കഴിഞ്ഞ 10 ദിവസത്തിന്റെ മുന്നേ എനിക്ക് സംഭവിച്ചൊരു സാധനമാണ്. പക്ഷെ ഞാൻ അതിനെ ചെക്ക് ചെയ്ത് പോയി. എനിക്ക് ചെറുപ്പത്തിലൊന്ന് സംഭവിച്ചൊരു സംഗതിയെ കിട്ടി. അപ്പൊ അതിനെ ഞാൻ ഹീൽ ചെയ്തെടുത്ത്. ഇൻസെക്യൂരിറ്റി. അപ്പൊ അതിൽ നിന്ന് വന്നൊരു സാധനം, എനിക്ക് ചെറുപ്പത്തിലുള്ളൊരു സാധനം കിട്ടിയപ്പോ അതിനെ ഞാൻ സാറിന്റെ ഒരു തെറാപ്പി ഇല്ലേ, പിന്നെ പോയിട്ട് നമ്മള് ചെറുതായപ്പോ തന്നെ നമ്മളെ ഇപ്പൊ ഉള്ള അവസ്ഥയെന്ന് പോയിട്ട് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു തെറാപ്പി എൻ്റെ ഉള്ളിൽ നിന്ന് നടന്ന്. ആ ഒരു തെറാപ്പി നടന്നതിന് ശേഷം പിന്നെ എനിക്ക് വന്നത്, പിന്നെ മാസ്റ്ററിൽ വന്ന് ഐ ലവ് മൈസെൽഫ് എന്നുള്ളൊരു തെറാപ്പി കിട്ടിയിരുന്നു. അതിലേക്കാണ് ഞാൻ എത്തിപ്പെടുന്നത്. പിന്നെ ഞാൻ അതിനെ വിഷ്വലായിട്ടാണ് കാണുന്നത്. ഞാനിങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓടി നടക്കുന്നത്, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അങ്ങനെ വിഷ്വലായിട്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിനെ പിന്നെ കാണുന്നത്. അങ്ങനെ മനോഫിനെ കൊണ്ട് എനിക്ക് 2-3 തെറാപ്പി ഒന്നിച്ച് നടന്നു. താങ്ക് യു മനോഫെ. ആ ഒരു ചെറിയ ഗൂഗിൾ ഇതിൽ നിന്നാണ് എന്റെ തെറാപ്പി പോയതിലേക്ക്. നിങ്ങൾ ഓപ്പൺ ആയ സ്ഥിതിക്ക് ഞാൻ ഓപ്പൺ ആയിക്കോട്ടെ എന്ന് വെച്ചാ. ഞാൻ പറയാ, ഷൈത്ത എന്താ ബാക്ക് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലാന്ന് അറിഞ്ഞു. അപ്പൊ ഷൈത്ത ഞാൻ യാദൃശ്യമായിട്ട് ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, വിളിച്ചപ്പോ പെട്ടെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഷൈത്ത ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ചെക്ക് ചെയ്ത്, ഞാൻ അതിലേക്കൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. എനിക്കെന്താ ഇങ്ങനെ ഇടപെടാത്ത? ഞാൻ ഷൈത്താക്ക് എന്തോ സൊല്യൂഷനും പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് പോകുന്നു. അപ്പൊ ഷൈത്താനെ വീട്ടിൽ കാണാൻ പോയപ്പോ ഞങ്ങൾ ഇരുന്ന് നഫൽക്ക് ഞങ്ങൾക്ക് സംസാരിക്കാം. അപ്പൊ ഷോർട്ടായിട്ട് പറഞ്ഞു. ഷോർട്ടായിട്ട്. അപ്പൊ ഷൈത്ത വീട്ടിൽ പോയി കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ബാക്ക് പെയിൻ ആയിട്ട് പിടിച്ചു കൊണ്ടുപോയതാ ഇതാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സത്യത്തിൽ അപ്പൊ തന്നെ ഉള്ളിന്ന് വന്നു, എന്താ ഇത് എന്തെങ്കിലും ഒരു സപ്പോർട്ടാണോ ബാക്ക് പെയിനിലൂടെ എന്നുള്ളത്. അപ്പൊ നഫൽക്ക് പറയാം, എനിക്കത് സംശയമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്തോ ഇമോഷൻസിന്റെ HDL കൊളസ്ട്രോളിന്റെ പിന്നിലുള്ള ഇമോഷൻ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലോവർ ബാക്ക് പെയിന്റെ ഇമോഷനിൽ കണ്ടു. അപ്പൊ ഞാൻ ഓൺ ദ സ്പോട്ട് ഷൈത്താക്ക് അയച്ചു കൊടുത്തു. കാരണം ഞങ്ങളെ ഫാമിലിയിൽ തന്നെ എല്ലാവരും ബാക്ക് പെയിൻ ആണ്. ഫാമിലി ഹിസ്റ്ററി പ്രകാരം ബാക്ക് പെയിൻ ആണ്. അപ്പൊ ഈ ഇമോഷൻസ് കംപ്ലീറ്റ് ബാക്കാണ് കൊണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ കുടുംബത്തിലൊരു ചൊല്ലുണ്ട്, വല്യപ്പ മുതൽ ഇങ്ങോട്ട് വരുമ്പോ വല്യപ്പ സ്വത്ത് മാത്രമല്ല തന്നത്, ഊരവേദനയും തന്നിട്ടുണ്ട് എന്നാ അറിയാം. അപ്പൊ ഇതിന്റെ ഇമോഷൻ കിട്ടിയപ്പോ ഞാൻ ഷൈത്താക്ക് അയച്ചു കൊടുത്തു. അപ്പൊ ആ കോൺഫിഡൻസ് കാര്യം ഇത്, അതായത് ഷൈത്താനൊക്കെ മാർക്ക് ചെയ്തൊന്ന് തിരിച്ചയച്ചു. കാരണം ഇതെന്താ പറഞ്ഞാല്, ഞാൻ എന്റെ പനി വന്നിട്ട് കിടന്നപ്പോ ഈ ആളുകളിൽ നിന്നുള്ള നമുക്ക് അസുഖം വരുമ്പോ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ,
ആ സപ്പോർട്ടിനെ ഞാൻ ശരിക്ക് കണ്ട് പൊളിച്ചെടുത്ത ആളാണ്. അയ്യോ ആ ആളുകൾ ഇങ്ങനെ താങ്ങിത്തരിക, സപ്പോർട്ട് ചെയ്ത് തരിക, അയ്യോ സുഖമില്ലാത്ത ആ ഒരു സാധനം ഫീൽ ചെയ്തു. അത് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് പോകുമ്പോഴാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ഓപ്പൺ, എല്ലാവരും ഇമോഷന്റെ ഇരകളാണ്. ഞാനും ഇങ്ങനെ ആയിരുന്നു, അത് പൊളിച്ചതാണ്. അതുകൊണ്ടാണ് തിരിച്ചത്. അത്രയേ ഉള്ളൂ. ഇനി ഷായിത്ത പൊളിക്കുമ്പോ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഷായിത്താക്കും ചെയ്യും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ പോഡ്കാസ്റ്റുമായിട്ട് നിങ്ങൾ പറഞ്ഞ രണ്ടുപേര് പറഞ്ഞത് ഭയങ്കര ബന്ധമാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് സെൽഫിലാണല്ലോ. പക്ഷെ ആദ്യത്തെ പറഞ്ഞു തെറാപ്പി ആയിക്കോട്ടെ, ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ തെറാപ്പികളൊക്കെ പോകുന്നത്. അങ്ങനെ ആ കുട്ടീനെ ഹഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി കൊടുക്കുന്ന സമയത്ത് പിന്നെന്താ സംഭവിക്കുന്നത്? അവിടെ വരുന്ന റിസൾട്ട് എന്താ? എനിക്ക് എന്റെ അകത്താണ് മാറ്റം സംഭവിക്കുന്നത്. ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ സെൽഫ് സെക്യൂരിറ്റി അവിടെ സംഭവിക്കുകയാണ്. ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് പോയിട്ട് എന്ത് ചെയ്യുന്നു, സെൽഫിന് തന്നെ സെൽഫായിട്ടുള്ള സെക്യൂരിറ്റിയാണ് അവിടെ കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഓടുകയാണോ ചെയ്തത്? ഭർത്താവിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഓടല്ലല്ലോ ചെയ്തത്. എന്നെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല, എന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന് പരാതി പറയല്ലേ ചെയ്യുന്നു. വേഗം എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് നോക്കുന്നു. എന്റെ ഈ ബാക്ക് പെയിന്റെ കാരണം ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നു. ഉള്ളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഇമോഷനെ നിരീക്ഷിക്കുന്നു. ആ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതോട് കൂടിയിട്ട് ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ സെൽഫ് സെക്യൂരിറ്റി സംഭവിക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാട് മാറ്റം, ഫിസിക്കലി പോലും മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. അതാണ് ന്യൂറോളജിയിൽ എവിടെയാണോ ആ ഇമോഷൻ കൊണ്ട് ഡംപ് ചെയ്തത്, ബാക്കിലാണെങ്കിൽ ബാക്ക് പെയിൻ വരും, ഹാർട്ടിന്റെ ഭാഗത്താണെങ്കിൽ എന്ത് ചെയ്യും, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും എന്നുള്ളത് ഇന്ന് ശാസ്ത്രം അത് കണ്ടെത്തി കഴിഞ്ഞു. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാതെ. ആ ഇമോഷനെ മാനേജ് ചെയ്യാൻ, തോട്ട്സിനെ മാനേജ് ചെയ്യാൻ, അതേപോലെ തന്നെ നമ്മളുടെ ഇന്നർ മാപ്പിനെ മാറ്റി പണിയാൻ, സൗദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസൈനർ ആയിട്ട് മാറുക. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിന്റെ ആ ഒരു ചിന്ത എല്ലാവരും ഓർക്കുക. നിങ്ങളുടെ ചിന്തയെ ഡിസൈൻ ചെയ്യാനുള്ള, നല്ല ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന, കിച്ചണൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്യുന്ന, നിങ്ങളുടെ അകത്തെ ആ ഒരു ലോകത്തെ ഡിസൈൻ ചെയ്യാൻ, ചിന്താതലത്തിനെ ഡിസൈൻ ചെയ്യുന്നു. അതേപോലെ മനാഫ്ക നേരത്തെ പറഞ്ഞതുപോലെ വികാരത്തെ, മൊയ്നു സാർ ക്ലാസ്സിൽ നമുക്കത് വ്യക്തമായി തന്നു അല്ലെ. വികാരങ്ങളുടെ ശില്പികളായിട്ട് മാറുക, സ്കൾപ്റ്റർ, ശില്പിയായിട്ട് മാറുക. അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ എന്നൊന്നിനും കൊള്ളൂല, ഞാൻ അങ്ങനത്തോനാണ്, ഞാൻ ഇങ്ങനത്തോനാണ് എന്നുള്ള ആ ഒരു കഥ തന്നെ മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കഥകൾ തിരിച്ചെഴുതുക, മാറ്റി എഴുതുക. അങ്ങനെ പോസിറ്റീവ് കഥകൾ എഴുതിക്കൊണ്ട് ലൈഫിൽ എൻജോയ് ചെയ്തിട്ട് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, യഥാർത്ഥത്തിൽ എന്താ പറയാ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡ്രൈവ് ചെയ്യേണ്ട ഡ്രൈവർ നിങ്ങൾ തന്നെയാണ്. ആ സ്റ്റയറിംഗ് നിങ്ങളുടെ കയ്യിലാണ്. കൊണ്ടുപോയിട്ട് ഇടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇടിക്കാം. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്. അതല്ല, നല്ല റോട്ടിലൂടെ, ഹൈവേയിലൂടെ ആ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ട് പുറത്തുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാണാനുള്ള കണ്ണുകൾ തുറക്കണം എന്നുണ്ടെങ്കിൽ ആന്തരിക കണ്ണെന്ത് ചെയ്യണം, ഓപ്പൺ ആവേണ്ടതുണ്ട്. അങ്ങനെ ഉൾക്കണ്ണ് തുറന്നിട്ട് എന്ത് ചെയ്യുക, ആസ്വദിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഡ്രൈവറായിട്ട് നിങ്ങൾ മാറുക. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഇന്ന് മോർണിംഗ് വൈബില് ഫൈനലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കും കൂടെ എന്ത് ചെയ്യാം, അവസരം നമുക്ക് നൽകിക്കൊണ്ട് ഫൈനലി എന്നിട്ട് നമുക്ക് വലൈക്കും അസ്സലാം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അഫ്സിദ, വീഡിയോയിലേക്ക് വരാലോ അഫ്സിദ? വരാം. ഓക്കെ, സന്തോഷം. അങ്ങനെ കാണുമ്പോഴാണ് എന്ത് ഒരു വൈബ്. ഞാൻ ഇത്ര ടൈമും എല്ലാരും എക്സ്പീരിയൻസ് കേൾക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഓരോരോ ആളുകൾ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് സംസാരിക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇപ്പം ഓരോ ക്ലാസ്സിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ ടോപ്പിക്കുകളാണ്. ഓരോ ടോപ്പിക്കുകൾ കൊണ്ട് നമ്മളിങ്ങനെ ഞെട്ടിക്കുകയാണ് ചെയ്യുന്നത്.
എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഒരാൾ സംസാരിച്ച പോലെ ഓരോ ക്ലാസ്സിലും ഓരോ ടോപ്പിക്കും നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഇതിൽ എനിക്ക് ഉണ്ടാവും എന്തെങ്കിലും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല്, ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത്ര കാലം, അതായത് നമ്മുടെ ലൈഫില് ഇത്രയും നാളും മറ്റുള്ളവരെ നന്നാക്കുക, മറ്റുള്ളവരാണ് പ്രശ്നക്കാരൻ, അവരാണ് നന്നാവേണ്ടത്, ആ ഒരു തിരക്കിലായിരുന്നു. കാരണം നമ്മളെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മള് എന്താണ് എന്നൊന്നുമല്ല, അവര് നന്നായാൽ നമ്മൾ നന്നാവും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇത്രയും നാള് മുന്നോട്ട് പോയത്. അപ്പൊ ആ ഒരു അവര് റെഡിയാക്കുന്ന തിരക്കിലാണ് നമ്മള്. അപ്പൊ എന്റെ പ്രശ്നങ്ങളെ എന്റെ ഒന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോ എന്താണ് പറയാ, ആ ഒരു ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു രീതി, ആ ഒരു മാപ്പ് മാറുന്ന സമയത്ത്, അതായത് എന്റെ ഉള്ളിലാണ് പ്രശ്നം, ഞാനാണ് റെഡിയാവേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് എന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാറിക്കിട്ടിയിട്ടുള്ളത്. കാരണം ഇത്രയും നാളും മറ്റൊരാള് നമ്മൾ എന്ത് തന്നെ ഉണ്ടായി കഴിഞ്ഞാലും അവരാണ് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്, അവരാണ് മാറേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മള് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കൂടല്ലാതെ അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചറിഞ്ഞ് നമ്മൾ മാറ്റുന്ന സമയത്ത്, ഇപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് മാറുമ്പോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, പുറമേയും അതേപോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സാർ പറയുന്ന പോലെ നമ്മൾക്കകത്ത് എന്താണോ അതാണല്ലോ നമുക്ക് പുറമെ എഫക്ട് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ ആയാലും ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ്, വേഗം ഒരാളുടെ നെഗറ്റീവ് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാരെയും കാണുന്നത്. പോസിറ്റീവിനെക്കാളും പെട്ടെന്ന് എനിക്ക് അവരുടെ നെഗറ്റീവ് മനസ്സിലാവും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് മാറുന്ന സമയത്ത് അത് എവിടെ ആയാലും, ആരെ കുറിച്ചിട്ടായാലും, ആരെ കാണുമ്പോഴായാലും ടോട്ടലി അതൊരു വല്ലാത്തൊരു ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഞാനിപ്പോ കെയറിങ് ആണ്. ഇപ്പൊ ഏകദേശം 5 മാസമായി. എന്റെ മുന്നത്തെ പ്രഗ്നൻസി ജേണിയാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുക. കാരണം ഞാനിപ്പോ കംപ്ലീറ്റ്ലി ഭയങ്കര പവർഫുൾ ആണ്, എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ സാധാരണഗതിയിൽ ഞാൻ അങ്ങനെയല്ല, ടോട്ടലി മെന്റലി ഫിസിക്കലി ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് ആ ഒരു ടൈമിൽ ഉണ്ടാവുക. പക്ഷെ എനിക്ക് പുറമെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും തോന്നിയിട്ടില്ല, കാരണം അന്നത്തെ പോലെ തന്നെയാണ് എല്ലാ ആളുകളും ഇന്നും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്റെ ഉള്ളിലാണ് ഇപ്പൊ മാറിയിട്ടുള്ളത്. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്റെ മക്കളെ നോക്കുക. അന്ന് എനിക്ക് ചിലപ്പോ ഒരു കുട്ടിയായിരിക്കും, രണ്ടാമത്തതിന് മൂത്തതിന് കുട്ടിയില്ല, അപ്പൊ ആദ്യത്തെ പ്രഗ്നൻസിയാണ്. ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങള്, എന്റെ വർക്ക് ഒക്കെ ആയിട്ട് ഞാൻ പോണുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു ഇടങ്ങ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഞാനിപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഗതി അതാണ്. അപ്പൊ എന്റെ ഉള്ളില് മാറിയത് കൊണ്ടാണ് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്റെ പുറമേയും അതേപോലെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടെ മെന്റൽ സ്റ്റേറ്റ്, അതായത് നമ്മൾ മെന്റൽ സ്റ്റേറ്റ് പോസിറ്റീവ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റൊരാള് റെഡി ആയിട്ട് നമ്മൾ റെഡി ആവാന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മള് എന്ത് ചെയ്യാ, റെഡി ആയി നിൽക്കുക, അത്രേ ഉള്ളൂ. അതെ, കറക്റ്റ്. വാവ്. ഏതായാലും ഇന്നത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ അതാണ്. കാരണം ഓരോ ക്ലാസ്സിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്നുള്ളത്. അപ്പൊ എല്ലാം എന്ത് ചെയ്യുന്നത് നമ്മളുടെ ലൈഫായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. താങ്ക് യു. ഓക്കെ, മോസ്റ്റ് വെൽക്കം. വളരെ സന്തോഷം നിങ്ങളുടെ ഷെയറിംഗിൽ ലാസ്റ്റ് ഫൈനൽ വല്ലാത്തൊരു എന്താ പറയാ, അവരുടെ പ്രഗ്നൻസി ടൈം ഒക്കെ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ മുമ്പത്തെ ആൾ തന്നെയാണ്, ആൾക്കാർ തന്നെയാണ്, മുമ്പത്തെ സാഹചര്യം തന്നെയാണ് പുറത്തുള്ളത്. പക്ഷേ അഫ്സിദയുടെ അകത്ത് മാറ്റം സംഭവിച്ചപ്പോൾ, ഉള്ള മാപ്പ് മാറിയപ്പോൾ പിന്നെന്താ സംഭവിക്കുന്നത്, ബാക്കി സാഹചര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. ശരിക്കും മുമ്പത്തിനെക്കാട്ടിലും ജോലി പോലും ഇന്ന് അഫ്സിദ ചെയ്യുന്നുണ്ട്. മുമ്പ് ക്യാരി ചെയ്യുമ്പോൾ ചിലപ്പോൾ ജോലി പോലും ഉണ്ടാവില്ല. പക്ഷെ മൾട്ടി ടാസ്കിങ്, എല്ലാം പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, മാറുകയാണ്. സത്യത്തിൽ മാറ്റം വന്നത് എവിടെയാണ്, അകത്ത് മാറിയപ്പോൾ പുറത്ത് സാഹചര്യം എന്തായിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോ അവസാനമായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ പോഡ്കാസ്റ്റിൽ മൊയ്നു സാർ നമ്മളോട് പറഞ്ഞതുപോലെ NLP, മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്നുള്ള ആ പുസ്തകം തന്നെ ഒരു കണ്ണാടിയാണെന്നാണ്.
കണ്ണാടിയുടെ പ്രത്യേകത എന്താ? ഇവിടെ ഞാൻ എന്താണോ ഉള്ളത് അതന്നെയല്ല ആ കണ്ണാടിയിൽ കാണുക. അപ്പൊ നമ്മുടെ അകത്തുള്ള പോസിറ്റീവായിട്ടുള്ള കഴിവുകൾ അത് കാണിച്ചു തരുന്ന കണ്ണാടിയാണ് മൊയ്നു സാറുടെ ആ പുസ്തകം. ആ പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ട് NLP തത്വങ്ങളെ വിശദീകരിക്കുന്ന, വിവരിക്കുന്ന ആ പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ പോഡ്കാസ്റ്റ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഞായറാഴ്ചകളും രാവിലെ നമ്മൾ നടത്തുന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കകത്തുള്ള കഴിവിനെ കണ്ടെത്താനുള്ള കണ്ണാടിയാണ്, മിററാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് ഇങ്ങനെ കാണാൻ പറ്റും, ഓരോന്നിനെയും കാണാൻ പറ്റും. അതിനെങ്ങനെ പുറത്ത് കൊണ്ടുവരാനുള്ള ഓരോ താക്കോലുകളാണ്. ആരാണ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്ത് മ്യൂട്ടാക്കിക്കോളൂ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാ? അടുക്കളയിലാ തോന്നുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാ? ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ഓരോ ക്ലാസ്സിലും നിങ്ങളുടെ അകത്തുള്ള മഹാപവറിനെ, മഹാകഴിവിനെ കാണിച്ചു തരുന്ന കണ്ണാടിയായിട്ടുള്ള ഈ പോഡ്കാസ്റ്റ് ഉൾപ്പെടെയുള്ള മോർണിംഗ് വൈബിലേക്ക് അടുത്ത ആഴ്ച എല്ലാവരെയും ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ക്ഷണിക്കുകയാണ്. മാക്സിമം എന്ത് ചെയ്യാ, നിങ്ങൾ ഗ്രൂപ്പിലൂടെ അയക്കുന്ന മെസ്സേജുകൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ NLP കോഴ്സ് കഴിഞ്ഞ ആളുകളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം ഫൈനലി ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് പറഞ്ഞു തന്ന ആ ചിന്ത, നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഞാൻ എന്താണ്, എൻ്റെ അകത്തുള്ള ചിന്തയാണോ മാറ്റേണ്ടത്, എൻ്റെ അകത്തുള്ള ഇമോഷൻസ് ആണോ മാറ്റേണ്ടത്, എൻ്റെ അകത്തുള്ള ബിലീഫ് സിസ്റ്റം ആണോ ഞാൻ മാറ്റേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഏത് ചിന്തയെ മാറ്റണം, ഏത് വികാരത്തെ മാറ്റേണ്ടത്, ഏത് ബിലീഫിനെയാണ് ഞാൻ മാറ്റേണ്ടത് എന്നുള്ളതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ നോക്കുക. അത് നിങ്ങൾ മെന്റലി എന്ത് ചെയ്യുക, ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കാലെടുത്ത് വെക്കുക. അതാണ് നിങ്ങളുടെ അതിശക്തമായിട്ടുള്ള മാറ്റത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണത്. നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് നോക്കിയിട്ട് എന്താണ് എൻ്റെ അകത്തുനിന്ന് മാറ്റേണ്ടത്. ഇതിനാണ് മോർണിംഗ് വൈബ് നമ്മൾ വെക്കുന്നത് തന്നെ. അപ്പൊ നിങ്ങളുടെ മാറ്റത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ച്, രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ച്, മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ച്, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് മാറ്റം വന്ന് ആ ആന്തരിക ലോകത്തുള്ള മഹാശാന്തിയും സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ കോൺഫിഡൻസും ധൈര്യമൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ബാഹ്യ ലോകത്തുള്ള ഇപ്പോ നിങ്ങൾ എവിടെയാണോ ഉള്ളത്, അതേ ഭർത്താവിന്റെ അടുത്ത്, അതേ ഭാര്യയുടെ അടുത്ത്, അതേ വീട്ടില്, അതേ ബിസിനസ്സിൽ, അതേ ജോലിയിൽ, സാഹചര്യം മാറ്റുന്നില്ല, അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് NLPയിലെ ഓരോ പ്രിൻസിപ്പിൾസും നമ്മളെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ എവരിബഡി, നമ്മൾ 7:30 വരെയാണ് നമ്മൾ ടൈം ഉണ്ടായിരുന്നത്. വളരെ സന്തോഷം. ഇത്രയും ടൈം നമ്മളെ കൂടെ ഇരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത സൺഡേ അല്ലേ ഇനി വരുന്ന സൺഡേ ഇതേ ടൈമിനാണോ? നബില ഗ്രൂപ്പിലൂടെ നമ്മൾ അറിയിക്കും. ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടല്ലോ അല്ലെ? എല്ലാം ഗ്രൂപ്പിലൂടെ അറിയിക്കും. അടുത്ത സൺഡേ തന്നെയാണ് വരുന്നത് കേട്ടോ. ടൈമും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സൺഡേ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. Thank you. Thank you. Thank you. Thank you.